സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ രാത്രി മുതൽ ആരംഭിച്ച ഈ ഉപവാസം ഇത്രത്തോളം ദൈവം അല്ലെ അനുഗ്രഹമാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം അല്ലെ ഈ ഉപവാസത്തിൻ്റെ മധ്യയിൽ നമ്മുടെ മധ്യ ശുശ്രൂഷിപ്പാൻ കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിനോയ് ബേബി പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞാനായിരുന്ന സഭകളിലും കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. കർത്താവ് അനേക ഇടങ്ങളിൽ ശക്തമായി ഈ ദിനങ്ങളിൽ വചനത്തിൽ ആത്മാവിൽ കർത്താവ് കൊടുത്ത ദൂത് കർത്താവ് ദേശത്തും സഭകൾക്കും പകർന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മളും ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ആര് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. അവരോട് ഇടപെടുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഇടപെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അനുഗ്രഹമാണ്, സൗഖ്യമാണ്. നാം കടന്നു വന്നതുപോലെ കടന്നു പോവുകയില്ല. പൂർണ്ണ വിടുതൽ അല്ലെങ്കിൽ ചില മറുപടികൾ, ദൈവവചനം വിശ്വാസത്തിൽ ഉറപ്പ് ഒക്കെ പ്രാപിച്ചിട്ട് കടന്നു പോകണം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു പ്രത്യാശയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരണം എന്നുള്ള ഒക്കെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള സമയം നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ശുശ്രൂഷ കേൾപ്പാൻ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ നിമിഷം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പകൽവേളയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി അവർക്ക്, ഈ സഭയിലെ വാത്സല്യ ദൈവത്തിൻ്റെ ദാസന്മാർ, കുടുംബങ്ങൾ, നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഇന്ന് രാവിലെ വന്ദനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം അല്ലേ പാസ്റ്റർ? പ്രാരംഭ പകൽ, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചാരംഭിച്ച ഈ ഉപവാസത്തിൻ്റെ പ്രാരംഭ പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ നൽകിയല്ലോ. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ഇന്ന് പകൽ വീക്ഷിക്കുമ്പോൾ എല്ലാവരും 50 വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവരാണ്. ഏറെക്കുറെ ആൾക്കാർ, ഞാനും നിങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. പ്രീസുള്ളോ. അതുകൊണ്ട് ഇന്ന് രാവിലെ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം, വളരെ ശ്രദ്ധയോടെ. നമ്മൾ ഇരിക്കുന്നത് രാജാവിൻ്റെ മുൻപിലാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം. ആ ദൈവത്തിന് നമ്മെ അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിപ്പാൻ കരുത്തുള്ള, ത്രാണിയുള്ള, ബലമുള്ള, മറ്റൊരാളിൻ്റെ കൈത്താങ്ങലുകൾ വേണ്ടാത്ത ഏക ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അച്ചായന്മാരും അമ്മമ്മമാരും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ PMG സഭയുടെ ചില പ്രോഗ്രാമുകളൊക്കെ ഓൺലൈനായിട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചില സമയം വാച്ച് ചെയ്യാറുണ്ട്. അനവധി വിവിധ തലങ്ങളിലുള്ള ശുശ്രൂഷകന്മാർ ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ അലങ്കരിച്ചു പോയ ഒരു സഭയ്ക്കകത്താണ് ഇന്ന് രാവിലെ ഞാനും നിൽക്കുന്നത്. പേര് കേട്ട, ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തുമൊക്കെ ശക്തമായി ഉപയോഗിക്കുന്ന മലയാളി ദൈവദാസന്മാർ തകർത്താടിയ ഒരു പ്രസംഗ സ്റ്റേജാണിത്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് വചനത്തിൽ ക്രിയാത്മകമായ ചില വിടുതലുകളുണ്ട് എന്നാണ്. ക്രിയാത്മകമായ ചില വിടുതലുകൾ, പ്രാസംഗികരുടെ കയ്യിലിരിക്കുന്ന വിടുതലല്ല, ക്രിയാത്മകമായ ചില വിടുതലുകൾ. ഞാൻ പ്രസംഗിക്കുന്ന വേദികളിൽ ഇച്ചിരി വേഗത കൂട്ടിപ്പോകുന്നയാളാണെങ്കിലും പ്രസംഗിക്കാൻ കുറഞ്ഞത് 2.5 മണിക്കൂർ വേണം എന്നുള്ളൊരാളെന്ന നിലയിലും 1 മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഈ പ്രോഗ്രാം സമാപിപ്പിക്കണം എന്ന ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നതാകൊണ്ടും ചില വചനങ്ങൾ നിങ്ങളുടെ മുൻപാകെ വായിച്ച് ഇന്ന് പകൽ വേഗത്തിൽ ദൈവവചന പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു. കർത്താവ് ഒരു കാര്യം പറഞ്ഞത് തെളിയിച്ചാണ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞ്? അവൻ ഉപമകളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ച സംസാരിച്ച്. വചനത്തിനൊരു മാറ്റമില്ല. കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ മനസ്സല്ല നാളത്തെ മനസ്സ്, ഇന്നത്തെ വിശ്വാസമല്ല നാളത്തെ വിശ്വാസം. ഞാൻ പറയുന്നത് ശരിയാണോ? ഇന്നത്തെ ആത്മീക കാഴ്ചപ്പാടല്ല നാളത്തെ ആത്മീക കാഴ്ചപ്പാട്. ആമേൻ. ഒരു നവോത്ഥാനം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം എന്നാഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് ഈ വചനം ക്രിയ ചെയ്യുകയുള്ളൂ.
നമുക്കെപ്പോഴും ആഗ്രഹമുണ്ട് ചെറുപ്പമായിരിക്കണം, അല്ലയോ? ചെറുപ്പമായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? 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 ചെറുപ്പമായിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് കരം ഉയർത്തിയാൽ നിങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏത് മനുഷ്യനും ഏത് കാലത്തും ചെറുപ്പമായിരിക്കണം, കുഞ്ഞായിരിക്കണം. അതിന് വേണ്ടുന്നുള്ള എല്ലാ ഡയറ്റുകളും ആ മനുഷ്യനെടുക്കാറുണ്ട്. ഓടാറുണ്ട്, ചാടാറുണ്ട്, വീട്ടിലും പുറത്തും ഇച്ചിരിയൊക്കെ എക്സർസൈസുകൾ ചെയ്യാറുണ്ട്. അമിതമായ ആഹാരങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. ഓൺലൈനിൽ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം വാങ്ങി പരീക്ഷിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? എപ്പോഴും ചെറുപ്പമായിരിക്കാൻ. പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ അതിനേക്കാൾ അപ്പുറം ആഗ്രഹമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവർ ചുറുചുറുക്കോടെ ഇരിക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്നുണ്ടോ? ജഡ മനുഷ്യനെ ചെറുപ്പക്കാരനാക്കി ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് നമ്മളെക്കാൾ ഏറെ ആഗ്രഹമുണ്ട് ആത്മമനുഷ്യനെ ചെറുപ്പമാക്കി നിർത്താൻ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് വചനത്തിലേക്ക് വരാം. ആമേൻ. ഏകദേശം ഒരു 72 വയസ്സുള്ളൊരു അമ്മാമ്മ ഒരു ഡോക്ടറെ അടുക്ക ചെന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഷുഗർ 400 മുകളിലാണ്. ഷുഗർ 400 മുകളിൽ. ഇവിടെ ഡോക്ടേഴ്സ് കാണും, നേഴ്സ് കാണും, ലബോറട്ടറിയിൽ ജോലി നോക്കുന്നവർ കാണും, സയൻറ്റിസ്റ്റ് കാണും, എഞ്ചിനീയേഴ്സ് കാണും. ഓൾ ഇൻ ഓൾ എല്ലാ വർക്കുകളും ജോബുകളും ചെയ്യുന്ന ആൾക്കാർ, റിട്ടയർമെൻറ്റ് ചെയ്തവരൊക്കെ ഇവിടെ കാണും. നിങ്ങൾ ശ്രദ്ധിക്കുക. 70 വയസ്സ് കഴിഞ്ഞ അമ്മാമ്മ ചെന്ന് ഡോക്ടറോട് പറയുക, എൻ്റെ ഷുഗർ ലെവൽ 400 മുകളിലാണ്. ഡോക്ടർ ചോദിച്ചു, അമ്മമ്മ ഏത് മാർഗത്തിലാണ് വിശ്വസിക്കണേ? അമ്മമ്മ പറഞ്ഞു, ഞാൻ പെന്തിക്കോസ്ത് മാർഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ശ്രദ്ധിക്കണേ, പെന്തിക്കോസ്ത് മാർഗത്തിൽ വിശ്വസിക്കുന്നയാളാണ്. 400 മുകളിലാണ് ഷുഗർ. നിങ്ങളൊക്കെ ഏകദേശം ആ പരിധിയിൽ അകത്തും പുറത്തും നിൽക്കുന്നവരായിരിക്കുക. ഡോക്ടർ അടിമുടി ഒന്നുകൂടി നോക്കിയിട്ട് ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഏത് മതത്തിലാണ് നിൽക്കുന്നത്, ഏത് മാർഗത്തിലാണ് നിൽക്കുന്നത്? പുള്ളിക്കാരി പറഞ്ഞു, പെന്തിക്കോസ്ത് മാർഗത്തിലാണ് നിൽക്കുന്നത്. ആ ഡോക്ടർ ഫണ്ണി ഡോക്ടറാണ്, തമാശ പറയുന്ന ഡോക്ടറാണ്. ഡോക്ടർ ചോദിച്ചു, ഈ പെന്തിക്കോസ്തുകാർക്ക് എങ്ങനെയാണ് ഷുഗർ വരുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? പെന്തിക്കോസ്തുകാർക്ക് എങ്ങനെയാ ഷുഗർ? എല്ലാവരെയും പ്രതികരിക്കാൻ. നിങ്ങൾ എന്നെ വിഴുങ്ങും പോലെ ഇരിക്കരുത്. നിങ്ങൾ എന്നെ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളത് ആളായിരിക്കണമെന്നില്ല. ഞാൻ ഇവിടെ സമീപത്ത് താമസിച്ചപ്പോൾ കൊല്ലം ജില്ലയുടെ ബോർഡറിൽ കർത്താവിനെ സ്തുതിക്കുന്ന ഒരാളാണ്. കുടുംബമായി ദൈവത്തെ എൻ്റെ ഹിസ്റ്ററി പറയാനല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വയസ്സ് ഞാൻ വെളിപ്പെടുത്തിയ നിങ്ങൾക്ക് തുല്യനായി, നിങ്ങൾക്കും അനുകൂലമായ നിലയിൽ ഞാനും ഇന്ന് രാവിലെ നിൽക്കുക. ശ്രദ്ധിക്കുക, ഷുഗർ 400. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് ഷുഗർ വരും? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എനിക്ക് എങ്ങനെ ഷുഗർ വരും? ഡോക്ടറുടെ കണ്ണ് തുറന്നത് വിശ്വാസി അമ്മാമ്മ കണ്ടില്ല. അമ്മാമ്മയോട് ഡോക്ടർ തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങൾ ഉപവസിക്കുന്ന ആൾക്കാരല്ലേ? ഉപവസിക്കാറുണ്ടോ? ഉണ്ടോ? ഉപവസിക്കുന്നവർ കരം ഒന്ന് ഉയർത്തി, എനിക്കൊന്ന് കാണാൻ. ഉയർത്തി പിടിച്ചാട്ടെ. അല്ല, ചിലർ ഹാഫ് കൈ പിടിക്കുകയാണ്. പകുതി ഈ പാസ്റ്റർ പറഞ്ഞതിൽ എന്തോ ഒരു സംതിങ് റോങ്. ഇല്ല, ഉപവസിക്കുന്നവരല്ലേ? അമ്മാമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഒരു മാസത്തിൽ എത്ര ദിവസം ഉപവസിക്കും? അമ്മാമ്മ തപ്പുകയാണ്. അമ്മാമ്മയ്ക്ക് ഒരു കണക്കുമില്ല, ഒരു കാര്യവുമില്ല. അമ്മാമ്മ ആകെ വിരളുകയാ. ഷുഗർ മാറ്റാൻ പോയതാണ്. ആരുടെ അടുത്തല്ല? ഡോക്ടറുടെ അടുക്കൽ. ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് അമ്മാമ്മ പെട്ടെന്ന് മറുപടി പറയാൻ കുഴഞ്ഞുപോയി. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് അതിനുവേണ്ടി മരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഏക വർഗമാണ് ദൈവത്തിൻ്റെ ജനം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ പ്രാസംഗികന്മാരും പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് പറയാൻ വാക്കുകളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്ന് പകൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിച്ച് വിട്ടാൽ ദൈവം എന്നോട് ചോദിക്കും കണക്ക്. പക്ഷെ ഇന്ന് പകലിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അമ്മമ്മ തപ്പുകയാണ്. അമ്മമ്മ ആകെ ഡിസ്റ്റർബേഡ് ആയിട്ട് നിൽക്കുക. ഉടൻ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ കണക്ക് പറയാം. ഒരു മാസത്തിൽ നിങ്ങൾ 11 ദിവസം ഉപവസിക്കുന്നവരാണ്. കറക്റ്റ് ആണോ ഇല്ലയോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു മാസത്തിൻ്റെ വെള്ളിയാഴ്ച എടുക്കുക.
ഒരു മാസത്തിൻ്റെ ഞായറാഴ്ച എടുക്കുക, ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് 3 days എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 11 ദിവസം വരും. ഡോക്ടർ ചോദിച്ചു, ഈ 11 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഷുഗർ വരുന്നു? അച്ചായന്മാരെ, അമ്മമ്മമാരെ, നിങ്ങളോട് ഇന്ന് രാവിലെ ആ ഡോക്ടർ വെളിപ്പെടുത്തിയ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അതിനെന്താണ് മറുപടി കൊടുക്കുക? നിങ്ങൾ പറയുന്ന മറുപടി എനിക്കറിയാം. അതിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ നിൽക്കുന്നത്. PMG ദൈവസഭയിൽ ആദ്യമായിട്ടാണ് ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിലും എന്നെ നന്നായി അറിയാവുന്ന ദൈവദാസനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ മനസ്സിലാക്കുക, 11 ദിവസം പോട്ടെ, 10 ദിവസം നന്നായി ഉപവസിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഷുഗറിൻ്റെ അളവ് കൂടുക? നിങ്ങളോട് ചോദിക്കാറുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ പറയും, പാസ്റ്ററെ ഇത് പാരമ്പര്യത്തിൻ്റെ ശക്തിയാ. പാരമ്പര്യ ശക്തി എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, അതുകൊണ്ട് മോളായി എനിക്കുണ്ട്. എൻ്റെ അപ്പനുണ്ട്, അതുകൊണ്ട് മോനായി എനിക്കുണ്ട്. എനിക്കുള്ളത് കൊണ്ട് എൻ്റെ 28 വയസ്സുള്ള മകനുമുണ്ട്. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആയി പോകുന്ന, ഇങ്ങനെ ചേഞ്ച് ആയി പോകുന്ന ഈ രോഗം പാരമ്പര്യമാണെന്ന് പറയുന്നവരിനകത്തുണ്ട്. പക്ഷേ ആ പാരമ്പര്യം എന്ന പദത്തെ മുറിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. അതിങ്ങനെയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആര് കൈയടിച്ച് ബഹളം ഉണ്ടാക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. ആരും അന്യഭാഷ പറയാനുള്ള സമയമല്ലിത്, എനിക്കത് ഇഷ്ടമല്ല. ആരാധന എനിക്ക് ഇഷ്ടമാണ്, അന്യഭാഷ ഇഷ്ടമാണ്, ആരാധന കൂടി ആയങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷേ ഇന്ന് പകൽ ചോദ്യം ദൈവാത്മാവ് ചോദിക്കുമ്പോ നീ അതിന് ആരാധിച്ചല്ല മറുപടി കൊടുക്കേണ്ടത്. നിന്റെ ശരീരത്തെ ഇന്ന് പകൽ ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിന്റെ ശരീരത്തോട് നീ ചോദിക്കണം, ഈ ചോദ്യം ശരിയല്ലായോ? ഉത്തരം കണ്ടെത്തേണ്ടതാണോ? ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഒരുവൻ ക്രിസ്തുവിലായ പാരമ്പര്യമെന്നല്ലേ പറയുന്നേ? അങ്ങനെ പറയുന്ന ധാരാളം ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയ്ക്ക് ഷുഗർ, എനിക്ക് ഷുഗർ. അമ്മയ്ക്ക് 49ാമത്തെ വയസ്സിൽ യൂട്രസ് ക്യാൻസർ, എനിക്ക് 52ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ നിരയായി കയറിപ്പോകുന്ന ആ രോഗമണ്ഡലങ്ങൾ ഇന്ന് പെന്തിക്കോസ്തിന്റെ അടിവേരുകളെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽ കർത്താവ് പറയുന്നൊരു പദമുണ്ട്, പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. മനസ്സിലായില്ല? ഇത് മനസ്സിലാവില്ല. ഭൂതത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചാടാൻ തയ്യാറാ. പിശാചിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ കസേര വരെ എടുത്തെറിയാൻ തയ്യാറാ. ഇന്ന് പകൽ പിശാച് എന്ന് പറഞ്ഞ സംഗതി അല്ല. നമ്മുടെ ആധാരം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഓർക്കുന്നവർ ദൈവത്തിന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നന്ദി പറയോ. ആമേൻ. 1 കൊരിന്ത്യർ 3:16 വാക്യം നിങ്ങളുടെ മുമ്പിൽ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ദൈവവചന പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അടുത്ത വാക്യം, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയാകുന്ന കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ അവിടെ വന്നിരിക്കുന്ന ജനം അമാനുഷികരല്ല, സാധാജനം. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവതേജസ്സിന്റെ പൂർണ്ണതയിൽ അന്നത്തെ നൂറ്റാണ്ടിൽ ദൈവത്തെ ആരാധിക്കാൻ സകല ജാതീയ പശ്ചാത്തലങ്ങളെയും വിട്ട് ദൈവത്തിലേക്ക് വരുമ്പോ അവരറിയാതെ പിന്തുടർന്ന ചില പൈശാചിക ആചാരങ്ങൾ അവരുടെ ജീവിതത്തെ തകർക്കാൻ ശക്തി പുറപ്പെട്ടു നിൽക്കുമ്പോ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇനി സാധാരണക്കാരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. നമ്മൾ ആരാ? ഉറക്കെ പറഞ്ഞാട്. ഇത് പ്രാക്ടിക്കൽ പ്രസംഗമാണ്, തിയറി മെസ്സേജ് അല്ല. ഇത് പ്രാക്ടിക്കൽ മെസ്സേജാണ്. ഇത് ദൈവത്തിന്റെ മന്ദിരം. ഈ മന്ദിരത്തിനകത്താരുണ്ട്?
ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഈ മന്ദിരത്തിനകത്തുണ്ട് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? അന്യഭാഷ പറയുന്ന ആത്മാവല്ല ഈ ആത്മാവ്. വെളിപ്പാട് പറയുന്ന ആത്മാവല്ല ഈ ആത്മാവ്. ദൂത് പറയുന്ന ആത്മാവല്ല ഈ ആത്മാവ്. നിന്നെ നശിപ്പിക്കാൻ വരുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ചെറുത്തു നിർത്തി നിനക്ക് വേണ്ടുന്ന ഗ്യാരണ്ടി തരാൻ നിന്റെ അകത്ത് ആരും അറിയാതെ വെളിപ്പെടുന്ന സംരക്ഷണത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വചനം കേൾക്കും. ശ്രദ്ധിക്കുക, ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എപ്പോഴും നമ്മൾ വചനം കേൾക്കും. വചനം കേൾക്കുക മാത്രമല്ല, നമ്മളത് അനുസരിക്കുന്നവരല്ല. സ്വത്രം പറഞ്ഞാട് അനുസരിക്കുന്നവർ സ്വത്രം പറയണം, ഇല്ലാത്തവർ മിണ്ടാണ്ടിരിക്കണം. അനുസരിക്കുന്നവർ സ്വത്രം പറഞ്ഞാട്ട് എവിടെയോ ചില മിസ്റ്റേക്ക് ഉണ്ട്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. മത്തായി 7:14-24 വായിക്കുമ്പോ 7:20 എന്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ എല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ഇന്ന് പകൽ എന്റെ ബൈബിളിലെ വാക്യമല്ല നിങ്ങളുടെ ബൈബിളിലെ വാക്യമെന്ന് ചിന്തിക്കരുത്. എന്റെയും നിങ്ങളുടെയും ബൈബിളിലെ വാക്യമായി പറയുന്ന എന്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പറഞ്ഞാട് വചനത്തോട് അല്പം കൂട്ടാനും കുറയ്ക്കാനും ആരും നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. സ്വത്രം പറഞ്ഞാട് വചനത്തോട് കൂട്ടാനും കുറയ്ക്കാനും ആരും നമ്മെ വിളിച്ചിട്ടില്ല. ഇന്ന് പകൽ നിന്റെ ശരീരത്തെ കുറിച്ച് ദൈവാത്മാവ് ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത്. നിന്റെ ശരീരം സാധാരണ ശരീരമല്ല. നിന്റെ രക്തത്തളിയാചരിച്ച ശരീരമാ. നിന്റെ ശരീരം രോഗത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ ഒരു കാലത്ത് പിടിച്ചു പുറത്തിടാൻ വ്യാപരിച്ച ദൈവശക്തി കുടിയിരിക്കുന്ന മന്ദിരമാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഇന്ന് രാവിലെ? അവൻ ലോകത്തിന്റെ വാക്കുകൾക്കും ലോകത്തിന്റെ പ്രമാണങ്ങൾക്കും നാം വില കൊടുത്തു മുൻപോട്ട് പോകുന്നതിനേക്കാൾ നമ്മെ വിടിവിപ്പാൻ ത്രാണിയുള്ള, നമ്മെ ശക്തിപ്പെടുത്താൻ ത്രാണിയുള്ള ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നു. എന്റെ ഈ വചനങ്ങളെ കെട്ടി ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് ഹല്ലേലൂയ. പാറമേൽ വീട് പണിത ശ്രദ്ധിക്കുക. ഈ വചനം നമ്മൾ കേൾക്കാറുണ്ട്, അതുപോലെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് കോശിപ്പാസ്റ്റർ നിങ്ങളെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കൈയടിക്കുക, ശബ്ദമുയർത്തുക, ദൈവത്തെ ആരാധിക്കുക. ഞാൻ എൻ്റെ സഭയിൽ അങ്ങനെ പറയാറില്ല. കാരണം ഇത് ബാലവാടി, ഇത് അങ്കണവാടിയല്ല, ഇത് പ്രീ KG, LKG, UKG അല്ല. ദൈവത്തിന്റെ മന്ദിരമാണ് ഈ ശരീരമെന്ന് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ല മനസ്സിലാക്കുന്നത്. നീ ദൈവ സാന്നിധ്യത്തിൽ മുഴുകുമ്പോ നിന്നോട് ആരും പറയാതെ പറയുന്ന ഒരു വാക്കാണ്, ഇത് ദൈവത്തിന്റെ വീട്. അതുപോലെ ചെയ്യണം. വചനം എന്താണോ അതുപോലെ ചെയ്യണം. നമ്മൾ ചെയ്യത്തില്ല. തെളിവ് ഞാൻ പറയാം. തെളിവ് പറയുമ്പോൾ നിങ്ങൾ ആരും കതക് തുറന്ന് സമയത്തൊന്നും ഇറങ്ങി ഓടരുത്. കഥവ് തുറന്നു പോകരുത്. കറക്റ്റ് 1 മണിക്കകത്ത് നിർത്തും. അമ്മ ദൈവദാസൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഡ്യൂറേഷൻ അറിയാം. വചനം തെളിയിച്ച് പ്രസംഗിക്കുക, അതാണ് നമ്മുടെ ജോലി. ബന്ധനമൊക്കെ താനേ പോയിക്കോളും. ബന്ധനം നമ്മൾ ബന്ധിച്ചിട്ടാണ് നമ്മൾ ബന്ധനസ്ഥനായത്. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറുടെ വീട്ടിൽ നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോയി. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, അമ്മമ്മേ മേഴ്സി, ലീലമ്മ, അമ്മ അന്നമ്മ, തോമച്ചായൻ, മണിച്ചായൻ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഏർലി മോർണിംഗിന് നിങ്ങൾ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? 5 കിലോമീറ്റർ സാവധാനത്തിൽ നടക്കണം. ഏർലി മോർണിംഗിന് അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഉറക്കെ പറ, നടക്കണം. ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് നടക്കാൻ പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ട് അവർ അതിനകത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്ന ഒരു മിഷനറി ഉണ്ട്. എനിക്കതിൻ്റെ പേര് ശരിക്കും ഇന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അറിയാവുന്നവർ കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു സൈക്കിളുണ്ട്, ഒരു വാക്കർ മിഷനുണ്ട്, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അത് ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്യുന്ന ചിലരുണ്ട്.
ആമേൻ, നിങ്ങളുടെ വിടുതലിനല്ലേ നിങ്ങൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്നേ. ആമേൻ, വിടുതൽ വേണമെന്നുള്ളവർ ശ്രദ്ധിച്ചു കേട്ടോ. ആമേൻ, ഡോക്ടർ പറഞ്ഞു ഏർലി മോർണിംഗിന് 4 മണിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? 5 കിലോമീറ്റർ നടക്കണം. അമ്മാമ്മ ചിന്തിച്ചു, നല്ല ഡോക്ടറാ, ശാരീരികമായി നല്ല ബലവും ശക്തിയും തരാൻ കരുത്തുള്ള ഈ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം. അമ്മാമ്മ പറഞ്ഞ കേൾക്കുന്ന ആളല്ല. അതുകൊണ്ട് 5 കിലോമീറ്റർ ഓടാൻ പറഞ്ഞാൽ നടക്കാൻ പറഞ്ഞാൽ അമ്മാമ്മ 10 കിലോമീറ്റർ ഓടും. അമ്മ ഓടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ആ ഡോക്ടർക്ക് അറിയാം. 70 വയസ്സുള്ള അമ്മ 5 കിലോമീറ്റർ സാവധാനം നടക്കേണ്ടതിന് പകരം 10 കിലോമീറ്റർ ഹൈ സ്പീഡിൽ ഓടിയാൽ അടുത്ത സർജറി മുട്ടിനുള്ള സർജറിയാ. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ളതൊന്നും നിനക്ക് നിത്യമായ ശാന്തി തരുന്നതല്ല. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാ പ്രസംഗിക്കണേ, ഞാനിത് മനസ്സിലാക്കിയിട്ടാ പ്രസംഗിക്കണേ, ഞാനിത് അറ്റൻഡ് ചെയ്തിട്ടാ പ്രസംഗിക്കണേ. നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ സൗഖ്യം കണ്ട് പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഞാൻ തുറന്നു പറയുമ്പോ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഫിസിയോതെറാപ്പി നിന്റെ ആസ്തിക്കകത്ത്, ത്വക്കിനകത്ത്, നിന്റെ ബ്രെയിനിനകത്ത് ഇന്ന് പകൽ നീ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായാൽ നിന്നെ മുടുക്കി വെച്ചിരിക്കുന്ന ഏത് തീയമ്പിന്റെ മേലും ഇന്ന് പകൽ നിന്നെ ശക്തനാക്കി ഒരു ചൈത്ര യാത്രയ്ക്ക് നിന്നെ തുടക്കം കുറിപ്പിക്കാൻ ഈ വചനത്തിന് കഴിയോ? ദൈവദാസൻ പറയുക, ആലയത്തിൽ വരുമ്പോ നിങ്ങൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. മരിക്കാനിരുന്നാൽ നമ്മൾ ചെയ്യത്തില്ല. കാര്യമല്ല, നമ്മൾ കേട്ട് 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 മടുത്തതാ. കൈയടിക്കുക. കൈയടിച്ചാൽ ഉണ്ടാകുന്ന വിടുതൽ നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയില്ല. അത് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് പറയുക, അതിരാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം? 5 കിലോമീറ്റർ ഓടണം. ഡോക്ടർ പറഞ്ഞു. നമ്മൾ അലാറം വെച്ചു രാവിലെ 3:50. നിങ്ങളെല്ലാവരും ഇവിടെ വേണം. 3:50 അലാറം വെച്ചു. എന്തിനാ പാസ്റ്റർ? 3:50 എണീറ്റ് മുഖമൊക്കെ കഴുകി പ്രാഥമിക ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കയ്യിലൊരു വടിയുമായി ഇറങ്ങുകയാ. എന്തിനാ? നാട്ടിൽ പട്ടിയുടെ നാടാ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ പെട്ടെന്ന് പരിചയമുള്ള ആളായിരിക്കില്ല അദ്ദേഹം. കുരച്ചടുത്തു വന്നാൽ ഓടിക്കാൻ ഒരു കമ്പ്, അടിക്കാൻ ഒരു പിൻ ടോർച്ച്, നടക്കാൻ 2 കാലുകൾ. നമ്മുടെ ആഗ്രഹം കൊളസ്ട്രോൾ കുറയണം, ഷുഗർ കുറയണം, തള്ളി നിൽക്കുന്ന വയറ് കുറയണം. ഇതൊക്കെയാ നമ്മുടെ ഫസ്റ്റ് ആവശ്യങ്ങൾ. ഇതിനു വേണ്ടി നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുകയാ ഇന്ന് പകലിൽ. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, നിങ്ങൾ വചനം കേട്ടിട്ട് അതുപോലെ ചെയ്യാതെ ലോകം നിങ്ങൾക്ക് എന്ത് തന്നാൽ അതുപോലെ ചെയ്താൽ നമ്മളെപ്പോലെ മണ്ടന്മാർ ഉലകത്തിലില്ല. ഇന്ന് പകൽ ശബ്ദമുയർത്തി ആരാധിക്കാൻ നീ എന്ന് സ്തോത്രം തയ്യാറാകാത്ത തുടങ്ങിയോ അന്ന് മുതൽ തൈറോയ്ഡ് ഗ്രന്ഥി മനുഷ്യനെ ബാധിച്ചു തുടങ്ങി. കയ്യടിച്ചാരാധിക്കാൻ പറ്റാത്ത കാലമെന്ന് തുടങ്ങിയോ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ അടിഞ്ഞു തുടങ്ങി. ഇന്ന് പകൽ ഫിസിയോതെറാപ്പിക്ക് ഞാൻ വന്ന് നിൽക്കുകയല്ല. വചനം നിന്റെ ശരീരത്തിനകത്ത് ഇന്നും ചലിക്കാറുണ്ട്. വിട്ടുകൊടുക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ചായന്മാരെ, ഈ വചനത്തിൽ വിടുതലുണ്ട്. നമ്മൾ അനുസരിക്കാൻ തയ്യാറായോ? ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, തെളിയിക്കാൻ സമയം പോരാ. നമ്മുടെ ഭക്ഷണ സംസ്കാരം എല്ലാം മാറി. നമ്മളെപ്പോലെ പോത്തിറച്ചി തിന്നുന്ന ആരുമില്ല, നമ്മളെപ്പോലെ കാളയിറച്ചി തിന്നുന്ന ആരുമില്ല, നമ്മളെപ്പോലെ പന്നി ഇറച്ചി തിന്നുന്നവരും ആരുമില്ല. ഇതിൽ കുറഞ്ഞൊരു ഫുഡും ഇല്ല. ഒരു കയ്യിൽ ഷവർമ, വലത് കയ്യിൽ ഷവായ്, ഇങ്ങനെ പിടിച്ച് തിന്നു കൊട പോലെ ശരീരം വീർത്തിട്ട് ദൈവത്തിന്റെ മുമ്പാകെ ചെന്നിരുന്നിട്ട് പറയാ, തമ്പുരാനെ വയ്യ, ശബ്ദം തുറക്കാൻ വയ്യ, കൈയടിക്കാൻ വയ്യ. മസിൽസുകളെല്ലാം എക്സ്പോസ്ഡായി അതിങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാ. ഒന്ന് ഇരിക്കാൻ പറ്റണമെങ്കിൽ മറ്റൊരുവന്റെ സഹായമാണ്. എന്നെ കേൾക്കുന്ന അച്ചായന്മാരെ, അമ്മാമ്മമാരെ, കുഞ്ഞനിയത്തിമാരെ, പെങ്ങളുമാരെ, ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കൂടെ ചേർത്ത് പറയാ, ഈ ശരീരം നിങ്ങളുടേതല്ല, ഇത്
ദൈവത്തിന്റെ ശരീരമാ. മനസ്സിലാകുന്നവർ സ്വന്തം പറഞ്ഞാട്ടെ. ഇത് നിന്റെ ബോഡി അല്ല, ഇത് ദൈവത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ്. അതിനെ നീ ഇമ്മാതിരിയാക്കി വെച്ച്. അപ്പൊ പൗലോസ് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമൊന്നും ബോധമുണ്ടോ? അതാ ഉപവാസം വെച്ചിരിക്കുന്നത്, അതാ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്, അതാ നിന്നോട് ഉപവസിക്കാൻ പറയുന്നത്. എന്നെ 8 വർഷത്തിന് മുമ്പ് കണ്ടൊരു ദൈവദാസൻ ഇന്ന് എന്നെ കണ്ടിട്ട് ചോദിച്ചു, പാസ്റ്റേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങളുടെ ഡയറ്റ് ഒന്ന് പറഞ്ഞതാ. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഡയറ്റ് എടുക്കാൻ നേരമില്ല, ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കും, നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും. അതിൻ്റെ സീക്രട്ട് ലെവൽ എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട സമയം മുഴുവനും കൊടുക്കും. വെള്ളിയാഴ്ചകൾ ഉപവസിക്കാറുണ്ട്, ഞായറാഴ്ച ഉപവസിക്കാറുണ്ട്, ഒരു മാസത്തിൽ 3 ദിവസമോ 7 ദിവസമോ ഞങ്ങൾ ഉപവസിക്കാറുണ്ട്. എന്തിനെന്നറിയാമോ? ഈ ജഡത്തിന്റെ ഒരു ക്രിയേഷന് വേണ്ടിയല്ല, അന്തരാത്മാവിൽ കിടക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പുറത്തു കൊണ്ടുവരൂ. ഞങ്ങളെ തന്നെ ദൈവവചന പ്രകാരം സമർപ്പിക്കുകയോ. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവർക്ക് രോഗസൗഖ്യം വേണമെന്നല്ലേ ആഗ്രഹം? ആണോ? പ്രതികരിക്കുന്നവർക്കായി സ്തോത്രം. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് 18ാമത്തെ വയസ്സിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റില്ല. ചില പാസ്റ്റർമാർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയും, ഇപ്പോ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു, ഇപ്പോ നിന്റെ കുടുംബത്തിൽ വിടുതൽ നടന്നിരിക്കുക. ഇന്ന് ഇപ്പോ പറഞ്ഞു വർഷം 17ആയി, ഒന്നും നടന്നില്ല. അതിൻ്റെ അർത്ഥം ഇന്ന് രാവിലെ പറഞ്ഞു ഞാൻ അവൻ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. എവിടെയാണ് വിടുതൽ നടക്കേണ്ടത്? ആർക്കാണ് വിടുതൽ വേണ്ടത്? സ്തോത്രം പറഞ്ഞാട്ടെ. പിശാചിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കരം ഉയർത്താവോ? പിശാചിനെ കണ്ടിട്ടുള്ളവർ കരം ഉയർത്തിയ സിസ്റ്റർ ഒന്ന് പറഞ്ഞാട്ടെ, പിശാച് എങ്ങനെ ഇരിക്കും? സിസ്റ്ററെ എനിക്കൊന്ന് കാണണം ഇത് കഴിഞ്ഞിട്ട്. പറഞ്ഞാട്ടെ. ഒരു ഇരുട്ടിന്റെ മണ്ഡലം. അച്ഛൻ പറഞ്ഞാട്ടെ, എങ്ങനെ ഇരിക്കും പിശാച്? എന്തോ ഒരു സിൽവർ കളറ. വേറെ കളറുകൾ കണ്ടവർ വല്ലതും ഉണ്ടോ? ഇവിടെ എല്ലാവരും നമുക്ക് വിടുതൽ വേണ്ടേ? അല്പനിമിഷമേ ഉള്ളൂ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അവൻ മനുഷ്യന്റെ വികാരത്തെ ഇളക്കി വിടുന്ന ഒരു പദമാണ് പിശാച്. യേശുവിൻ്റെ അടുക്കൽ ഈ പിശാച് ചെന്നു. എങ്ങനെ ചെന്നേ? 4-ാം അധ്യായം 3-ാം വാക്യം, മത്തായി 4:3. നമ്മൾ ഇന്ന് പകൽ ആ മണ്ഡലത്തെ ഒന്ന് തൊടാൻ പോവാണ്. വളരെ ശ്രദ്ധയോടിരിക്കണം കേട്ടോ. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു, ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. മതി ആന്റി. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. യേശു ഉപവസിച്ച് 40 ദിവസം അവൻ പകലും രാത്രിയിലും മലയിലിരുന്ന് ദൈവവുമായി സമ്മേളിച്ച് സമ്പാദിച്ചാനന്തരം 40-ാം ദിവസം കഴിയുന്ന മുറയ്ക്ക് എൻ്റെ ഭാവനയിൽ 40-ാം ദിവസം രാത്രി അവൻ പരീക്ഷകൻ വന്നു എന്നാണ്. പരീക്ഷകൻ വരാനുള്ള കാരണമെന്ന വല്ലതും അറിയാവോ? വരാനുള്ള കാരണം അവൻ ദൈവത്തിന്റെ വചനത്തിൽ അവൻ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പൗലോസ് പറഞ്ഞു, മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പറന്നു. ഇങ്ങനെയാണ് പിശാചിന്റെ ചില പദ്ധതികൾ. പിശാച് എന്ന കൺസെപ്റ്റിനെ കുറിച്ചൊന്ന് പകൽ പറയാൻ ഞാൻ നിൽക്കുന്നത്. ഇന്ന് പകൽ നിന്റെ മന്ദിരമാകുന്ന ദൈവത്തിന്റെ ശരീരത്തെ തൊടാൻ ഒരു ചിന്തയ്ക്കോ ഒരു ആഭിചാരത്തിനോ കഴിയില്ല. ഞാൻ പ്രൂവ് ചെയ്ത് തെളിയിക്കുന്നയാളാണ്. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നു പരീക്ഷകൻ അടുത്തു വന്നു. എന്തിനാ ഈ പരീക്ഷകൻ അടുത്തു വരാൻ കാരണം? ഇവനിൽ ഈ പരീക്ഷകൻ എന്ന് പറയുന്ന ആളിന് യേശു ക്രിസ്തുവിൽ നിന്ന് എന്തോ ഒരു പോസിറ്റീവ് മണ്ഡലമുണ്ടായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് പോസിറ്റീവ് മണ്ഡലമോ? അതെ, യേശുക്രിസ്തുവിന് വിശന്നു എന്നാണ് 2-ാം വാക്യം. അവന് വിശന്നു. അവൻ ആർക്ക് വിശന്നു?
പറഞ്ഞാട്ടെ, യേശുവിന് വിശന്നെങ്കിൽ നിനക്കും വിശക്കും. യേശുവിന് ദാഹിച്ചെങ്കിൽ നിങ്ങൾക്കും ദാഹിക്കും. യേശുവിന് കഷ്ടതയുണ്ടോ? നിങ്ങൾക്കും കഷ്ടതയുണ്ട്. യേശുവിന് രോഗമില്ല. ഓ പ്രൈസ് ഗോഡ്. യേശുവിന് വിശന്നു. അമ്മാമേ, യേശുവിന് വിശന്നു. യേശുവിന് ദാഹിച്ചു. യേശുവിന് രോഗം ഉണ്ടായിരുന്നില്ല. ആമേൻ. നമുക്ക് അതിൽ പരം എന്ത് പറയാനുണ്ട്? യേശുവിന് രോഗം വരാത്ത കാര്യം യേശു ദൈവപുത്രൻ ആയത് കൊണ്ടല്ല. അവൻ യേശു ആ മണ്ഡലത്തെ തിരിച്ചറിയാൻ കാപ്പബിലിറ്റിയുള്ള ഒരു മനുഷ്യനായിരുന്നു. സ്വതോറൊക്കെ പറഞ്ഞാട്ട് നമ്മുടെ രോഗത്തെ മുഴുവനും ക്രൂശിന്മേൽ വഹിച്ച് നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നും മുറങ്ങിയും ഇരിക്കുന്ന ഒരു യേശുവിന്റെ ശരീരത്തെ നോക്കിയാൽ യേശുവിന് രോഗത്തിന്റെ സിംറ്റംസ് ഒന്നുമില്ല. പക്ഷെ യേശുവിനെ ആരാധിക്കുന്ന നമുക്കോ ഷുഗർ 390 രാവിലെ, ഫാസ്റ്റിംഗ് ടൈമിൽ 290, 2 കഷ്ണം പുട്ട് കഴിച്ച് ബ്ലഡ് എടുക്കുമ്പോൾ അത് 410. ഇത് 10 ലബോറട്ടറി കൊടുത്താൽ 10 റിസൾട്ട്. നമ്മൾ ഈ ഏത് റിസൾട്ട് വിശ്വസിക്കണമെന്ന് ചിന്തിച്ചിങ്ങനെ പാഞ്ഞോടുകയാണ്. അമ്മമ്മമാര് വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഉപദേശി എവിടെ നിന്നാ വന്നേന്ന ആൾക്കാർ ചിന്തിക്കണേ. ഹല്ലേലൂയ. തട്ടുപൊളിച്ച് പ്രസംഗിച്ചു പോവാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല എനിക്ക്. ശ്രദ്ധിക്കാം, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ഹല്ലേലൂയ. നമുക്കൊരു മടങ്ങി വരവ് വേണ്ടേ അപ്പച്ചന്മാരെ? നമുക്കൊരു ജയം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അസ്ഥികൾക്ക് ബലം തരുന്ന, കണ്ണുകൾക്ക് കാഴ്ചശക്തി തരുന്ന, അവൻ നരിയാണികളെ ഉറപ്പിക്കുന്ന, ഞരമ്പുകളെ ബലപ്പെടുത്തുന്ന, ദുർഘട മണ്ഡലങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആധിരട്ട ശക്തി ഈ ഹോളിനകത്തുണ്ട്. ഞാൻ ഇന്ന് പകരം അനുഭവിച്ചിട്ടാ നിൽക്കുന്നത്. സ്വത്രം പറഞ്ഞാട്ട് ശ്രദ്ധിക്ക്. യേശുവിന് വിശപ്പുണ്ടായിരുന്നു, യേശുവിന് ദാഹമുണ്ടായിരുന്നു, യേശുവിന് രോഗമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാൽ യേശുവിന് ഏതെങ്കിലും രോഗം വന്നതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, നിന്ദയുണ്ട്. അമ്മ ഇതിലൂടെ എല്ലാം യേശു പോയി എന്ന് പറയുമ്പോഴും യേശുവിന് രോഗബാധയൊന്നും തൊട്ടിരുന്നില്ല. ഒരു സ്വതോറക പറഞ്ഞാട്ട് ഇവിടെ പറയുന്ന പദം അവൻ തൊടാത്തതിൻ്റെ കാരണം യേശു ദൈവത്തോടുകൂടെ സഞ്ചരിച്ചു എന്നാണ്. സ്വതോറക പറഞ്ഞാട്ട് അപ്പോൾ പാസ്റ്ററെ, നമ്മൾ ദൈവത്തോടുകൂടെ സഞ്ചരിച്ച ശരീരത്തിന് രോഗമുക്തി കിട്ടുമോ? ആമേൻ. പഴയ നിയമത്തിൽ ഒരു ഭക്തനെ നമുക്ക് കാണാം. അവന്റെ പേരാണ് ഹാനോക്ക്. ആമേൻ. ഉറക്കെ പറഞ്ഞിട്ട് ഹാനോക്ക്. ഉറക്കെ പറ. പുതിയ നിയമത്തിൽ ആളിനെ തരാം. ഹാനോക്കിന് 300 വയസ്സായി. സ്വത്രം പറഞ്ഞാട്ട് 300 വയസ്സാകുമ്പോൾ തന്നെ അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു. ഇതൊന്നും പെട്ടെന്ന് വെളിപ്പാട് നമുക്ക് കിട്ടത്തില്ല. ഇവിടെ നിന്ന് വണ്ടി കയറി നണ്ടങ്കോട് ഇറങ്ങി PTP നഗർ വഴി വീട്ടിൽ കയറുമ്പോഴേ വെളിപ്പാട് വരുള്ളൂ. അങ്ങനെങ്കിലും വരട്ടെ. ഹാനോക്ക് 300 വയസ്സുള്ളവനായി ദൈവത്തോടു കൂടെ നടന്നു. അടുത്ത വാക്യം, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ. ഒരു സ്തോത്രം ഉറക്കെ പറ. പുതിയ നിയമത്തിലെ വിശ്വാസിയെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ 300 വയസ്സുള്ള അപ്പൂപ്പൻ ഹാനോക്ക് 48 വയസ്സുള്ള നിങ്ങളും തമ്മിൽ ഒന്ന് ഉപമിപ്പിച്ചു നോക്കൂ. ഇത് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചാട്ടുളി പോലെ പറയ്ക്കാൻ വേണ്ടിയാ. ഇത് കേട്ട് സുഖിച്ച് ഇന്നത്തെ പ്രസംഗം എല്ലാത്തിനേക്കാളും മെച്ചപ്പെട്ടെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോവാണില്ല. 300 വയസ്സുള്ള അപ്പച്ചൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ കാലിന്റെ ബലമൊന്ന് ശ്രദ്ധിക്ക്, അവന്റെ മുട്ടിന്റെ തേയ്മാനത്തെ ഒന്ന് ശ്രദ്ധിക്ക്, അവന്റെ കൈകളുടെ കുഴകളൊന്ന് ശ്രദ്ധിക്ക്, അവന്റെ ഹാർട്ട് ബീറ്റിന്റെ സ്തംഭം ശ്രദ്ധിക്കാമെന്ന് ശ്രദ്ധിക്ക്. അവന് നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു. ഒരു സ്വത്തോറൊക്കെ പറഞ്ഞില്ല, അധരങ്ങൾ തുറന്ന് സ്വത്രം പറ. അവൻ നമ്മളെപ്പോലെ ഹാർട്ടുള്ള
കാതുള്ളവനായിരുന്നു, നമ്മളെപ്പോലെ കണ്ണുള്ളവനായിരുന്നു, നമ്മളെപ്പോലെ ചെവിയുള്ളവനായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. 91 സങ്കീർത്തനം നാം വായിക്കുമ്പോ അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തിൽ അറിയുകയാ, ഞാൻ അവനെ ഉയർത്തും. ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അന്യഭാഷയ്ക്കുള്ള ശക്തി മാത്രമല്ല, നിന്റെ ശരീരത്തിനകത്ത് കയറി വരുന്ന ഏത് രോഗക്കെടുതികളെയും ഡിലീറ്റ് ചെയ്യാൻ ഇന്ന് പകൽ അസാധാരണമായി വെളിപ്പെടുന്ന ആ വചനത്തിന്റെ ഒരു വലിയ വ്യാപാരം ഇന്ന് പകൽ തലരോമം മുതൽ നിന്റെ നഖം വരെ വെളിപ്പെട്ടു വരാൻ വേണ്ടത് നിന്റെ സമർപ്പണമാണ്. ഹല്ലേലൂയ. ഇതൊരു ക്രിയാത്മകമായ പ്രസംഗമാണ്, ഇതൊരു പ്രാക്ടിക്കൽ മെസ്സേജാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇത് പെട്ടെന്ന് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മുടെ വയസ്സ് ഓവറായി, നമ്മുടെ ചിന്തകൾ പറന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമുക്കിതിലേക്കൊരു മടങ്ങി വരവ് ഇനി അസാധ്യമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിപ്പെടുത്തുന്ന പകല 300 വയസ്സുള്ള ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഇതിന് വേണ്ടി വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നൂതനമായ ആഹാര സംവിധാനം അന്ന് ഉണ്ടോ വെച്ചാ ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ്, ഓട്സ് തന്നെ പല കമ്പനികളാണ്. ഏത് വാങ്ങണമെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി ഇങ്ങനെ ചിന്തിക്കുക. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അത് ക്വാളിറ്റി ഇല്ല അമ്മ, അത് നമുക്ക് വേണ്ട. നമുക്ക് ഇത്തിരി വില കൂടിയ ഫുഡ് ഐറ്റംസ് വേണം. നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ട് 40 കഴിയുമ്പോൾ പൗൾട്രി ഫാമിലെ കോഴി പോലെ ഇരുന്ന് ഞരങ്ങുന്നൊരു മണ്ഡലം. നിങ്ങളെ തന്നെ ചിന്തിച്ചാൽ മതി. മുട്ടു നിവരുന്നില്ല, അര കുനിയാൻ പറ്റുന്നില്ല, കൈകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ശബ്ദമൊന്നും ഉച്ചത്തിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ഇവിടെ ഉറങ്ങിയിരിക്കുന്ന എല്ലാ അച്ചായന്മാരും ഉണരാൻ വേണ്ടിയാണ് ഈ സാമ്പിളുകൾ പറയുന്നത്. അമ്മ ഇതൊന്നും പറ്റുന്നില്ല. പക്ഷേ 4 പേരായി ഒന്ന് വഴക്കുകൂടാൻ ഇറങ്ങി നോക്ക്. നിന്റെ തൊണ്ടയ്ക്കകത്ത് എന്നാ ശബ്ദം, നിന്റെ ശരീരത്തിന് എന്നാ ഊർജം, ഒന്ന് ചിന്തിച്ചു നോക്ക്. 4 പേര് അല്ലെ, നിങ്ങൾ വരുന്ന വണ്ടി മറ്റൊരു വണ്ടിയുമാണ് ഉരസിയെന്നിരിക്കട്ടെ, ചാടി ഇറങ്ങി ആമേ മെട്രിക്കാരനെ പോലെ വെടിവെക്കാൻ നിൽക്കുന്ന നിന്റെ ശരീരത്തിന്റെ എനർജി നോക്ക്. ആലയത്തിനകത്ത് കയറിയാൽ നീ നനഞ്ഞ കോഴി പോലെയാ. ഇങ്ങനെ ഇരിക്കുക. പാസ് കോശി 2 പാട്ടൊക്കെ പാടി നിന്നെ ഇങ്ങനെ ഹീറ്റ് വരുത്തണം. ഒരു വഴക്കിൽ നിന്നെ എടുത്തിട്ടാൽ നമ്മളെപ്പോലെ വില്ലന്മാരാരുമില്ല. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, ഇത് സ്പിരിച്വൽ ബോഡിയാ. ഇതിനകത്ത് ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യണം. അതിനായി പറയുന്ന ശ്രദ്ധിക്കേ, 300 വർഷം ആ അപ്പച്ചൻ നടന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടത് എത്രാമത്തെ വയസ്സിലായിരിക്കും? അമ്മേ, കർത്താവിനെ അറിഞ്ഞത് എത്രാമത്തെ വയസ്സിലാ? അല്ല, 75-ാമത്തെ വയസ്സില്ല. സ്വത്തുറക്കെ പറഞ്ഞാട്ടെ, 75-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ദൈവത്തെ അറിഞ്ഞെങ്കിൽ, 300 വയസ്സുള്ളവനായിട്ടും ദൈവത്തോട് ചേർന്ന് നടന്നെങ്കിൽ 225 വർഷം അവൻ ദൈവത്തെ ആരാധിച്ചവനാ. മനസ്സിലായില്ല? സ്വത്രം പറഞ്ഞാട്ടോ അപ്പച്ചന്മാര്. ശക്തി വേണോ അപ്പച്ച? ബലം വേണോ? എല്ലാവരും പറയും അങ്ങേര് കുഴി പോവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങേര് ശക്തി വേണോന്ന് ചോദിക്കുക. ഇന്ന് പകൽ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന്റെ ആധികാരികത വെളിപ്പെട്ടാൽ മാറാത്ത മണ്ഡലങ്ങളില്ല. അപ്പൊ 300 വയസ്സുള്ളവരാരും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. 100 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. 80 വയസ്സുള്ളവരുണ്ടോ? പ്ലീസ്, നിങ്ങളുടെ കരമൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരപ്പച്ചൻ, അടുത്തൊരപ്പച്ചൻ 80 വയസ്സ് ആയവർ. ആമേൻ. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ വീട്ടിന്റെ ഉമ്മറത്തിരുന്ന് വഴിയെ പോകുന്നവരോട് കുശലം പറയേണ്ട പ്രായക്കാരാ അവർ. ഇന്ന് പകൽ വന്നത് ഈ സഭയുടെ പെരുമ കണ്ടിട്ടല്ല. ആമേൻ. ദൈവത്തിന്റെ വചനം എനിക്ക് കേൾക്കണമെന്ന ദാഹം ഉള്ളിന്റെ ഉള്ളറയിൽ കത്തിയിട്ടായിരിക്കാം അവർ എന്നെ പോലെ വലിയ വേദപുസ്തകം പിടിച്ചു വന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വരുന്നത് iPad കൊണ്ടാ വരുന്നത്. അവരൊക്കെ പിടിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. അതുകൊണ്ട് അപ്പച്ച കിടന്ന് മരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നടന്നു മരിക്കാൻ ഒരു മരണം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽ
മുതലായവർ. ഇതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല. പിശാചിനെ പറ ഞങ്ങൾ ആരാധിക്കാം. അപ്പോൾ പിശാചിനെ കണ്ടിട്ടുണ്ടെന്നാണ് ചോദ്യം. പിശാചിനെ നമ്മൾ ഡെയിലി കാണാറുണ്ട്. യേശുവിൻ്റെ അടുക്കൽ പരീക്ഷകൻ വന്നത് ബിഷപ്പിൻ്റെ മോഡല്ല, ബിഷപ്പാണ് ആ പിശാച്. മനസ്സിലാക്കുന്നവർ സ്വത്രം പറ, സ്വതോറൊക്കെ പറ. ഈ ബിഷപ്പിന്റെ ആധിക്യത്തിലാ മക്കളെ ഏതേൻ തോട്ടത്തിൽ ഒരു കളി പിശാച് കളിച്ചത്. തിന്നാൻ 99 വൃക്ഷഫലങ്ങളുമുണ്ട്. തിന്നാൻ 99 വൃക്ഷഫലങ്ങളുടെയും ഫലം തിന്നാം. എൻ്റെ മാമനെ പറയാം, ഒന്നു മാത്രം. ഇതേ മച്ചമ്പി കുഞ്ഞപ്പൻ യേശുവിൻ്റെ അടുക്കലുമെത്തി. നിനക്ക് വിശക്കുന്നല്ലേ? യേശുവിന് വിഷം നന്നാ വായിക്കുന്നേ. നമുക്കും വിശപ്പുണ്ട്, പക്ഷെ എല്ലാം കഴിക്കാൻ പ്രമാണം നമുക്കില്ല. മിണ്ടുന്നില്ല. പിശാചുണ്ടെന്ന് പറ ഭാഷ ഞങ്ങൾ ആരാധിക്കാം. ഇന്ന് പകൽ പിശാച് ആരെന്ന് പറയാനാ ഈ വരുന്നേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നല്ലേ വചനം വായിച്ചു കേട്ട് നിങ്ങളിപ്പോൾ ആരാന്ന് കണ്ടുപിടിച്ചോ? ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നതാ. എൻ്റെ തിയറിയല്ല, വചനത്തിൻ്റെ തിയറിയാ. എൻ്റെ പ്രാക്ടിക്കലല്ല, വചനത്തിൻ്റെ പ്രാക്ടിക്കലായി പറയുന്നേ. ബിഷപ്പിൻ്റെ രൂപത്തിൽ പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കലെത്തി. അമ്മാമ്മ ഹവ്വ അത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അവൻ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെയും അവൻ ചതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാ. ആഹാരത്തിലാണ് അമ്മച്ചി, നിങ്ങളെ അമ്മച്ചിയെ പിശാച് ചതിച്ചത്. നമ്മുടെ അമ്മാമ്മയില്ലേ, ഹവ്വ അമ്മാമ്മ, ആ അമ്മാമ്മയെ കിടത്തിയത് ആഹാരമാ. ഇന്ന് പകൽ നിങ്ങളെയും കിടത്തുന്നത് അനധികൃത ആഹാരമാ. മനസ്സിലാകുന്നവർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിശാചെന്ന പ്രഭാഷേ ഞങ്ങൾ ആരാധിക്കുക. അല്ല, നീ കഴിക്കേണ്ട മെനുവാണോ നീ കഴിക്കുന്നേ? നീ കുടിക്കേണ്ട വെള്ളമാണോ നീ കുടിക്കുന്നേ? നീ അനുഷ്ഠിക്കേണ്ട ആഹാരത്തിന്റെ കാറ്റലോഗിലാണോ നീ പോകുന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തെ തൊടാൻ ഒരു ശക്തിക്ക് ആകത്തില്ലെന്ന് ഇന്ന് പകൽ വചനം തെളിയിച്ച് പ്രസംഗിക്കാൻ പോകുകയാണ്. പക്ഷെ ആത്മീയതയും ആഹാരവും തമ്മിൽ എന്നാ ബന്ധം? അതൊരു വലിയ ചോദ്യമാണ്. ആത്മീയതയും ആഹാരവും തമ്മിൽ എന്നാ ബന്ധം? മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി നടന്നു, ഇല്ലയോ? ഇന്നത്തെ പോലെ ലുലു ഉണ്ടായിരുന്നില്ല, ഡോളറാമ ഉണ്ടായിരുന്നില്ല, ഓൾമാർട്ട് ഉണ്ടായിരുന്നില്ല, വലിയും ചെറിയുമായ മാളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മരുഭൂമിയിലാന്ന് ഓർക്കണം. അവർക്ക് ദൈവം കഴിക്കാൻ കൊടുത്തത് കാടപ്പക്ഷിയാണ്. സ്വതോറൊക്കെ പറയണേ. മാംസത്തിൻ്റെ കാര്യമെങ്കിലും പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കേ. അവർക്ക് കൊടുത്തത് പോത്തിറച്ചിയല്ല, അവർക്ക് കൊടുത്തത് കാളയിറച്ചിയോ പശു ഇറച്ചിയോ അല്ല. അവർ കഴിച്ചത് പെരുമ്പാമ്പിൻ്റെ ഇറച്ചിയല്ല, പന്നി ഇറച്ചിയല്ല, ആട്ടിറച്ചിയല്ല, കോഴി ഇറച്ചിയല്ല. അവർ കഴിച്ചത് കടലിലെ ലിബിയാദാന്റെ തലയെ അടിച്ചുടച്ച് അതിന് മാംസമൊക്കെ വെച്ച് പിടിപ്പിച്ച് ചിറകൊക്കെ ദൈവം വെച്ച് പിടിപ്പിച്ച് ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ ഒരുത്തിനെത്തിപ്പിടിക്കാൻ കണക്കുന്ന നിലവാരത്തിൽ പറത്തിവിട്ടതാ. വേദപുസ്തകം പറഞ്ഞു, ദൂതന്മാരുടെ ആകാരം മരുഭൂമി ദൈവം കൊടുത്തു. ഒരു സ്വത്ത് ഉറക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഈ ആകാരം ദൂതൻ കഴിച്ചിരുന്നെങ്കിൽ ഒരു ദൂതന്മാർക്കും ഇറങ്ങി വാളെടുക്കാൻ പറ്റില്ലായിരുന്നു. ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ ഈ ആകാരം ഞാൻ തെളിയിക്കാൻ എനിക്ക് സമയം വേണമെന്ന് കൂടെ ഞാൻ പറയാറുണ്ട്. എങ്കിലും 1 മണിക്കകത്ത് ഞാൻ യോഗം നിർത്തി. ഇനി 1:30 വരെ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. ശ്രദ്ധിക്കൂ, ദൂതന്മാർ കഴിക്കുന്ന ആഹാരം കൊടുത്തു. അതിനകത്ത് നോ കൊളസ്ട്രോൾ, നോ ഷുഗർ. നമുക്ക് ആഹാരം കഴിക്കണം. എങ്ങനെ? ടേസ്റ്റിനാണോ ആഹാരം, വിശപ്പിനാണോ ആഹാരം? ഹലോ, വിശപ്പിന്. നമ്മൾ വിശപ്പിനല്ലല്ലോ കഴിക്കുന്നേ, നമ്മൾ ടേസ്റ്റിനാ കഴിക്കുന്നേ. ഞാനൊന്ന് തെളിയിക്കാം. നിങ്ങളുടെ രോഗം പോകണ്ടേ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട്? പോണോ വേണ്ടയോ? പോണം. അപ്പം നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. ഒറ്റ ദിവസം കൊണ്ട് തെളിയിച്ച് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ശ്രദ്ധിക്കുക, വചനം കേട്ട് അതുപോലെ അനുസരിച്ചാലേ നടക്കുള്ളൂ. നമുക്ക് വിശപ്പിനാണ് ആഹാരം, ടേസ്റ്റിനല്ല. നമ്മൾ ടേസ്റ്റിനിരുന്ന് കഴിച്ച് 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 നമ്മളൊന്ന് ടിവിയും കൂടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഫോണ്, ഒരു ഐപാഡ് ഇത് മുമ്പിൽ ഉണ്ടെങ്കിൽ പിന്നെ ആഹാരം ചട്ടിയിൽ തീരും നമ്മൾ അറിയില്ല. ഹലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് പിശാചുണ്ടെന്ന് ഓർക്കണം.
അമ്മ ഞാൻ തെളിയിക്കാം. ശ്രദ്ധിക്കുക, ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്ന്. നമുക്ക് ഈ ആലങ്കാരികമായി ഒരു അക്ഷരികമായി പറയുന്ന മെസ്സേജാ. അപ്പം ആഹാരം വിശപ്പിനാണ്, ടേസ്റ്റിനല്ല. വിശപ്പ് എപ്പോൾ തീരുമോ അപ്പോൾ ആഹാരം നിർത്തണം. അപ്പം നമ്മൾ പറയും കോരി വെച്ചത് മുഴുവൻ ഇരിക്കല്ലേ, കഴിക്കാതെ എങ്ങനെ പോകും? ഇതാണ് നമ്മുടെ പ്രോബ്ലം. അമ്മ യേശുവിൻ്റെ അടുക്കലും ഭൂതം വന്ന് പറയുന്ന അങ്ങനെയാ. 40 ദിവസം അങ്ങ് ഉപവാസം ഇരുന്നില്ലേ? അയ്യോ സമ്മതിക്കണം കേട്ടാ, സമ്മതിക്കണം. എങ്കിലും അങ്ങക്ക് വിശക്കുന്നില്ലേ? അവൻ അങ്ങക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റ് മാനേജുമായി വന്നത്, അങ്ങയെ ഒന്ന് സെർവ് ചെയ്യാൻ, അങ്ങയെ ഒന്ന് സഹായിക്കാൻ ഞാൻ വന്നത്. അതുകൊണ്ടാ, വിശപ്പുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് അങ്ങേക്ക് വിശക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യൂ, ഈ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക. സ്വത്തുറക്കെ പറഞ്ഞാട്ടെ. ഈ കല്ല്, പിശാച് ചൂണ്ടിയ കല്ല് നമ്മൾ കണ്ടിട്ടില്ല. പിശാച് ചൂണ്ടിയ കല്ല് ചെറിയ കല്ലായിരിക്കില്ല. ആ മലയിലെ ഏറ്റവും ഭീമമായ കല്ലായിരിക്കും. ഒരു സ്വത്തുറക്കെ പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞാട്ടെ. ഞാനത് വ്യാഖ്യാനിക്കാൻ പോവാണ്. അമ്മ പിശാച് യേശുവിനെ കാണിച്ചു കൊടുത്തത് അത്ര ചെറിയ കല്ലാന്നോ? അല്ലല്ലോ. യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പിശാച് ചെറിയ സിറ്റിയാണോ? അല്ലല്ലോ. അവ ഇതെല്ലാം നോക്കിക്കാണ്. ഇതെല്ലാം എന്റെതാ, ഇതെല്ലാം എന്റേത്. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാ. അതിന്റെ അർത്ഥം പിശാച് കാണിക്കുന്ന ചെറുതല്ല, വലുതാ. തോട്ടത്തിലെ എല്ലാ വൃക്ഷഫലവും നിങ്ങൾക്ക് തിന്നാമോ എന്ന ഒരു ആശ്ചര്യ ചോദ്യം ഇട്ടിട്ട് പിശാച് പറയുക, ദൈവം പാഷ്യാലിറ്റി ഉള്ളയാളാ, ദൈവം കുശുമ്പുള്ളയാളാ, നിങ്ങൾക്കിത് കഴിക്കാം. ദൈവം മരിക്കുമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവോ? ആ സ്ത്രീയുടെ കണ്ണ് 1000 വാട്ടുള്ള ഹാലജൻ ബൾബ് തിളങ്ങുമ്പോൾ തിളങ്ങിയെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓ, അങ്ങനെ പറഞ്ഞു. അതെ, വചനത്തിന് റിസെപ്ഷൻ ഉണ്ട് ദൈവവൈതലേ. വചനത്തിന് ചില നിബന്ധനകളുണ്ട്. അത് ഒരിക്കലേ പറയൂ, അത് പിന്നീട് ആരും ഉരുവിടാറില്ല. വചനം പറയുന്നു, യഹോവ ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. എന്റെ മകൾ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ തന്നെ പ്രവർത്തിക്കാൻ നമ്മുടെ അകത്ത് വ്യാപരിക്കേണ്ടതാണ് ദൈവശക്തി. ഈ ദൈവശക്തിയാണ് ഇന്ന് പകൽ നാം മറന്നിരിക്കുന്നത്. ആ ദൈവശക്തി എപ്പോ നമ്മുടെ ഉദരത്തിനകത്ത് വെളിപ്പെടുമോ നിന്റെ ഉദരം സൗഖ്യമാകും. എപ്പോ നിന്റെ നാവിൽ വെളിപ്പെടുമോ നിന്റെ തൈറോയ്ഡ് കത്തിപ്പോകും. എപ്പോ നിന്റെ ശരീരത്തിൽ ടോട്ടലി വെളിപ്പെടുമോ നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന സകല വെല്ലുവിളികളെയും അഴിക്കാൻ ആരും തൊടാതെ നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവശക്തിക്ക് കഴിയുമേ. നിങ്ങൾ ആരാധനയിൽ മുമ്പരാണെന്ന് എനിക്കറിയാം. അമ്മൻ ഈ വചനമൊക്കെ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ആരാധിക്കാനൊരു സന്തോഷം കിട്ടിയെന്നുണ്ടാവില്ല. അതെൻ്റെ കുഴപ്പമില്ല, ഈ വചനത്തിൻ്റെ പ്രശ്നമാണ്. പിശാച് പറഞ്ഞു, അമ്മ ഈ ഫലം തിന്നുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മരിക്കുകയില്ല. ആമേൻ. ധാരാളം ഓഫർ. ദൈവം മരിക്കും എന്ന് പറഞ്ഞു, നിശ്ചയമെന്ന് പറഞ്ഞോ. ഓ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയമെന്ന് പറഞ്ഞോ? ഇല്ല. ദൈവം അതിനെ പെരുപ്പിച്ചു കാട്ടിയില്ല. നീ തുടരുതെന്നല്ല, നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കോമൺ വേർഡാ ദൈവം പറഞ്ഞ്. പിശാച് പറഞ്ഞത് ആർട്ടിഫിഷ്യാലിറ്റി വേർഡാ. അയ്യോ തിന്നരുതെന്ന് പറഞ്ഞോ ഹവ്വായേ. അവൻ ദൈവത്തിന് നിങ്ങളോട് കുശുമ്പുണ്ട് കേട്ടോ. അയ്യോ ഇത് തിന്ന്, ഇത് തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. ശരീരം വലിയവനായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു പാക്കറ്റ് ഒരു കോഴ്സ് മരുന്ന് ഒരു പാസ്റ്റർ അമ്മാമ്മ വാങ്ങി. സ്വതന്ത്രം. മലയാളികളാണല്ലോ പറ്റിക്കപ്പെടുന്നത്, ഇന്ത്യക്കാരാണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. 13 ദിവസം കഴിഞ്ഞപ്പോൾ 8 കിലോ കുറഞ്ഞു. അമ്മാമ്മ ചർച്ചിലുള്ള എല്ലാവർക്കും പറഞ്ഞു, ഞാൻ കണ്ടില്ലേ ഇരിക്കുന്നു, അതുപോലെ നിങ്ങൾക്കും ആവാം. അമ്മമ്മ ഒരു ബ്രാൻഡ് അംബാസിഡറായി ആ മരുന്നിൻ്റെ. കഴിച്ച വിശ്വാസികൾക്കെല്ലാം ഉദരരോഗം തുടങ്ങി.
ആകെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ആ പ്രതികൂലം ബാധിച്ചു. ഞാൻ ഇന്ന് പകൽ എന്തുകൊണ്ടാ പറയുന്നേ? ദൈവമക്കളെ, മരുന്ന് പരീക്ഷിക്കുന്ന ഒരു മരുന്ന് പരീക്ഷണശാലയല്ല നിന്റെയും എൻ്റെയും ശരീരം. പോരാ പോരാ, ഇങ്ങനെ പ്രതികരിച്ചാ പോരാ. ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോയിട്ട് വന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഇന്നും പരീക്ഷണത്തിന് വിധേയരായിട്ട് വന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ നീ ഇത് കേട്ടിട്ട് പൊയ്ക്കോ. മരുന്നുകൾക്ക് സൗഖ്യമാക്കാൻ പറ്റുന്നതല്ല നിന്റെ ശരീരത്തിലെ പ്രവർത്തികൾ. അത്ഭുതവും അതിശയകരവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാ. ഇന്ന് പകൽ നിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയാൻ എന്ന് തയ്യാറാകും. അതിന്റെ ഷുഗർ ലെവലുകൾ ഡൗൺ ആകും. നിന്റെ ആത്മാവിൽ എന്ന് സന്തോഷം വരും. അതിന്റെ കൊളസ്ട്രോളുകൾ കരിഞ്ഞു മാറും. ഇന്ന് പകൽ നിന്റെ ശരീരം ദൈവത്തിന്റെ സന്തോഷ വചനത്താൽ നിറയപ്പെടാൻ എന്ന് നീ തയ്യാറെടുക്കുമോ, അന്ന് നിന്റെ യൗവനം മടങ്ങി വരും. ഇന്ന് പകൽ നിന്നെ കൊല്ലുന്ന ആ ചിന്തകളിൽ നിന്ന് ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ പുറത്തു വരാം. വചനം നമുക്ക് വെളിപ്പാട് തരികയാ. അപ്പൊ അമിതമായ ആഹാരം, കർത്താവിന്റെ അടുക്കൽ പിശാചു എന്ന് പറയുന്നത് നിനക്ക് വിശക്കുന്നു. വിശപ്പിന്റെ രൂപത്തിൽ പിശാചു വന്നു. വിശപ്പിന്റെ രൂപത്തിൽ പിശാച് വന്നു. യേശു പറഞ്ഞു, മനുഷ്യനെ ആഹാരപ്രിയരാകരുത്, ആഹാരം വേണം താനും. ഒരു സ്തോത്രമൊക്കെ പറയുമോ? ആഹാരം വേണം, ആഹാരപ്രിയരാകരുത്. ആഹാരത്തിന് വേണ്ടി നീ ജീവിക്കരുത്, ആഹാരത്തിന് വേണ്ടി നീ കൊതിക്കരുത്. എന്നാൽ ആഹാരം നിനക്ക് വേണം. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് ഏത് അളവിൽ റിസീവ് ചെയ്യണമെന്നുള്ള ഒരു വിവേകവും കൂടെ നീ വാങ്ങിച്ചു വേണം ഇന്ന് പകൽ ഉപവാസം വിട്ട് മടങ്ങാൻ. പിശാച് നിന്നെ പരീക്ഷിക്കുന്ന ദിവസങ്ങളാ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം പറയുന്നു, അങ്ങനെ പരീക്ഷിക്കാനുള്ളതല്ല നിന്റെ ശരീരം. നീ ദൈവത്തിന്റെ ആലയമാണ്. ഒരു സ്വതം എല്ലാ തിന്മയുടെ ഉറവിടങ്ങളുമായ ഈ ശരീരം നീ രക്ഷിക്കപ്പെട്ട ശേഷം നിന്റെതല്ല എന്ന് തുറന്ന് പറയാൻ ഒരു ചങ്കൂറ്റം ഇന്ന് പകലുണ്ടാവണം. ഹല്ലേലൂയ പറഞ്ഞാണ്. ഇതിനകത്തു വ്യാപരിക്കേണ്ടത് പൈശാചിക തത്വമല്ല, ദൈവത്തിന്റെ തത്വമാണ്. എന്താ ഇതിനകത്ത് ദൈവതത്വം എന്ന് പറയുന്നത്? എന്താ ദൈവത്തിന്റെ മന്ദിരമെന്നത് പറയാൻ കാരണം? പത്രോസീന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 10-ാം 19-ാം വാക്യവും 10-ാം വാക്യവും ഒക്കെ വായിച്ചാൽ അവിടെ പത്രോസ് പറയുന്നൊരു പദമുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് 9-ാം വാക്യം 10-ാം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. നിങ്ങൾ അവിടെ നിന്നാ വന്നേ? വെളിച്ചമില്ലാത്ത ഇടത്ത് നിന്നാ വന്നേ. സമ്മതിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയുമോ? നിങ്ങൾ വന്നത് ഇരുട്ടിൽ, വെളിച്ചമില്ലാത്ത ഇടത്ത് നിന്ന്, താന കുഴിയുന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരങ്ങ് തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണയാളല്ല നമ്മൾ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും നമ്മൾ സാധാരണയാളല്ല. ഹല്ലേലൂയ പറഞ്ഞാട്ട്, സാധാരണയാളല്ല. ആമേൻ പറഞ്ഞാട്ട്. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരു പ്രത്യേക ജനമാണ്. സ്വത്തോറൊക്കെ പറഞ്ഞാട്ടെ. എന്താ പ്രത്യേക ജനമാവാൻ കാരണം? നമ്മൾ വന്നത് അന്ധകാരത്തിൽ നിന്നാണ്. നമ്മളെ ഇന്ന് പിശാച് കാണുമ്പോൾ പല പല ഇൻഷുറൻസ് കാർഡുള്ളവരായി കാണുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ പിശാചിന് പേടിയായി. ഇവനെക്കാര് തൊടാൻ പറ്റില്ല. കാര്യം ഇവർ വന്നത് അന്ധകാരത്തിൽ നിന്നാണ്.
ഓ സ്തോത്രം പറഞ്ഞു. അധമ പാതാളത്തിൽ നിന്നാണ്, ഹൈന്ദവന്റെ ചട്ടക്കൂടുകളിൽ നിന്നാ ചിലർ വന്നിരിക്കുന്നത്. ചില ജാതീയ ശക്തികളെ ഭേദിച്ച ചിലരകത്ത് കയറിയ ചിലര് മർത്തോമയുടെ പാരമ്പര്യം ഇടിച്ചു കളഞ്ഞിട്ടാ വന്ന്, ചില റീത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച അതിനകത്തിരിക്കുന്ന, ചില മുസ്ലിമിന്റെ കെട്ടുകളെ പൊട്ടിച്ച ദൈവത്തെ കണ്ടെത്താൻ വരുന്ന. ഇന്ന് പകൽ വ്യക്തമായി നീ മനസ്സിലാക്കിക്കോ. ഇന്ന് പകൽ പരിശുദ്ധമ പറയുന്നത്, നമ്മൾ വന്നത് സ്വർഗത്തിൽ നിന്നല്ല, നമ്മൾ വന്നത് അന്ധകാരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ പറഞ്ഞു. ഈ അന്ധകാരം എന്ന് പറയുമ്പോ പാസ്റ്റേ, ഈ അന്ധകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താ അന്ധകാരം? ആവർത്തന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശങ്ങനെ ആവർത്തനം 7:14 നിങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്നും സ്തോത്രം നിങ്ങളെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാകുന്നു. സ്തോത്രമൊക്കെ പറഞ്ഞു കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂമിയിലെ സർവജാതികളിലും വെച്ച് ഒരു സ്തോത്രം ഹായ് പറഞ്ഞാട്ടെ. ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് നിങ്ങളെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോവ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്റെ തലമുടി ദൈവത്തിന് വിശുദ്ധോ, നിന്റെ നഖം ദൈവത്തിന് വിശുദ്ധോ. അവൻ തലരോമം മുതൽ നഖം വരെ കാക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ 70 വയസ്സുള്ള 80 വയസ്സുള്ള 68 വയസ്സുള്ള കിഡ്നി പേഷ്യന്റ് ആയിരിക്കുന്ന, ഹാർട്ട് പ്രോബ്ലങ്ങളുള്ള, യൂട്രസ് കംപ്ലൈന്റുകളുള്ള, ക്യാൻസർ സിംറ്റങ്ങളുള്ള നിന്റെ ശരീരത്തിന്റെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കപ്പെടട്ടെ. ശുദ്ധീകരിക്കുന്ന നിയമരക്തം, ശുദ്ധീകരിക്കുന്ന സൗഖ്യത്തിന്റെ രക്തം, ശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യാക രക്തം 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 ചെയ്യാൻ മണ്ഡലങ്ങൾ എത്ര പരിശോധിച്ചിട്ട് എത്ര ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ശരീരത്തിൽ വിട്ടുമാറാതെ നിന്നെ പിന്തുടർന്ന് നിന്റെ ജീവനെ വിഴുങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഇന്ന് പകൽ നീ മിണ്ടാണ്ടിരിക്കണ്ട. ഈ വചനത്തിൽ നീ പറ, സാധാരണ ജനമല്ലോ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉദരങ്ങൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുടെ സമയമില്ല, ഓടിപ്പോകുകയോ. വേദപുസ്തകം പറയുന്ന നീ സാധാരണയാളല്ല, നീ സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ടാ ദൈവം പറഞ്ഞ ആഭിചാരം യാക്കോബിന് സാധാരണ ഉള്ള മനുഷ്യനല്ല. അവൻ തട്ടിപ്പുകാരനാ, വെട്ടിപ്പുകാരനാ. പക്ഷേ അവനെ ദൈവം മാറ്റിക്കിട്ട് പറയുക, ആഭിചാരം യാക്കോബിനെ ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കയില്ല. എന്താ കാര്യം? അവരുടെ ഇടയിൽ അവരുടെ ദൈവം വസിക്കുകയോ. ഹല്ലേലൂയ. കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഓടിപ്പോവുകയാണ്. ശ്രദ്ധിക്കുക, അവൻ അവിടെ പറയുന്ന പദം നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. പത്രോസ് അതിനെ ഇച്ചുകൂടെ അക്ഷരീകമായി പറയാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. ഒന്ന് രാജകീയ പുരോഹിത വർഗം. രാജാവ് എല്ലാ ഭക്ഷണവും കഴിക്കൂ? രാജാവ് എല്ലാ വെള്ളവും കുടിക്കൂ? ഉണ്ടോ? ഇതിനെ വ്യാഖ്യാനിച്ചാൽ സമയം ഒത്തിരി പോകും. രാജാവിൻ്റെ ഭക്ഷണം ലഘുഭക്ഷണം. നമ്മുടെ ഗവൺമെന്റിന്റെ
അവൻ തലപ്പത്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്ന രാഷ്ട്രപതി നിങ്ങളെപ്പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തിരിഞ്ഞ് കഴിക്കുന്ന എല്ലാം കഴിക്കുന്ന ആളല്ല. അവർക്ക് ഭക്ഷണത്തിനൊരു മെനു ഉണ്ട്. ഹലോ, ഇവിടെ ഉണ്ടോ? ഭക്ഷണത്തിന് അച്ചായ ഒരു മെനു ഉണ്ട്. അവർക്ക് കാശൊന്നും കൊടുക്കണ്ട. അപ്പം പിന്നെ വരട്ടെ ബ്രോസ്റ്റഡ്, വരട്ടെ ഷവർമ, വരട്ടെ ഹവായി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല. അവർക്കൊരു മെനു ഉണ്ട്. അവരുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി രാജ്യത്തിൻ്റെ ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇവിടെ എക്സർവീസിലൊക്കെ എക്സൈസിലും മെട്രിയിലൊക്കെ ജോബ് നോക്കിയവർ ഇവിടെ ഇരിപ്പില്ലേ? യുദ്ധവിമാനങ്ങൾ ഓടിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഇല്ലെങ്കിലും പലയിടത്തും ഉണ്ട്. അവരുടെ ഭക്ഷണക്രമങ്ങൾ വളരെ വളരെ ചുരുക്കമാണ്. അവരുടെ ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കണമെന്ന് അവർക്കൊരു മെനു ഉണ്ട്. കാരണം എന്നാ? ആ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ ആ ഒരുവനെ പോലെ ഒരുത്തനെ വാർത്തെടുക്കാൻ ആ രാജ്യം കോടികൾ ചിലവഴിക്കണം. ചിലവഴിച്ചാൽ കിട്ടുകയില്ല. ഇന്ന് പകൽ നശിച്ചു പോകുന്ന രാജ്യത്തിനു വേണ്ടി ഒരു മനുഷ്യനെ അങ്ങനെ ആ നിയമങ്ങൾ വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ നശിക്കപ്പെടാത്ത ഒരു ദൈവരാജ്യത്തിലേക്ക് നിന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനമെന്ന ഭയമില്ലാത്ത പാൽ അത് കുടിക്കുന്നവൻ, അത് കഴിക്കുന്നവൻ ഇന്ന് പകൽ ബലപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർ സ്തോത്രം പറ. അവന്റെ ഉദരങ്ങൾ ശക്തമായി കൊണ്ടിരിക്കും. അവന്റെ കൈകാലുകൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ രാജകീയ പുരോഹിത വർഗമാണ്. അവന്റെ വിശുദ്ധ ജനമാണെന്ന് ചുരുക്കി പറയാ. നിങ്ങൾ ദൈവത്തിൻ്റെതാ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം. എങ്ങനെ ശരീരമായി? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 3-ാം വാക്യം 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും. ഇന്ന് രാവിലെ ഈ വചനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ നിന്റെ ശരീരത്തിനകത്തൊരു ചലനം നടക്കണം. നീയായത് നിന്റെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടല്ല, നിന്റെ കുടുംബ തറവാട് പേര് കൊണ്ടല്ല, നിന്റെ അപ്പന്റെ സമ്പത്ത് കൊണ്ടല്ല. നിനക്കെതിരെ പിശാച് എഴുതി വെച്ച നിയമത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട്, മരണക്കുറിപ്പുകളുണ്ട്. ഞങ്ങളുടെ ഭാഷയെ പോലെ ജാതകത്തിന്റെ മണ്ഡലങ്ങളുണ്ട്. ചിലർക്കൊക്കെ 27 വയസ്സേ ജീവിക്കാൻ പ്രാപ്തിയുള്ളൂ. ചിലർക്ക് 38 വയസ്സിൽ മരണം, കണ്ടക ശനി, 7-ൽ ചൊവ്വ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തിയ ജാതകക്കാരന്റെ പുസ്തകം എന്റെ യേശു വാങ്ങി. എന്റെ യേശു വാങ്ങി. ആമേൻ, 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 ആമേൻ. സ്വതന്ത്ര പാസ്റ്ററേ, എന്റെ ജാതകത്തിൽ ഞാൻ 24-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുമെന്ന് തന്ത്രി എഴുതി വെച്ചതാ, ജ്യോതിഷൻ പറഞ്ഞതാ. എനിക്കിപ്പോ 44 വയസ്സുണ്ട്. 2 മക്കളുടെ അമ്മയോ എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് എനിക്കെതിരെ എഴുതി വെച്ച കയ്യെഴുത്തിന്റെ പ്രമാണങ്ങള് ഞാൻ അറിയാതെ ഒരുവൻ കൈനീട്ടി വാങ്ങി. അതത്ര എന്റെ യേശു. ഹല്ലേലൂയ. വചനത്തെ വചനമായി നീ ഏറ്റെടുത്താൽ നിനക്ക് വിടുതൽ തരാതെ ഈ വചനം മടങ്ങിപ്പോവില്ല. ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുകയാ, പുസ്തകം വാങ്ങിക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ. ഒരു സ്വത്വം പറഞ്ഞത് സന്തോഷത്തോടെ, നിന്റെ രക്തം കൊണ്ട്. ഇതിനകത്ത് എന്താ കിടക്കണേ? യേശുവിന്റെ രക്തം. ഇന്ന് പകൽ ഇതിനകത്ത് എന്താ കിടക്കണേ? യേശുവിന്റെ രക്തം.
രക്തം ഇതിനകത്ത് എന്താ കിടക്കണേ? യേശുവിന്റെ രക്തം. നീ വേറൊരു സംശയവും വേണ്ട. കുഞ്ഞാടിന്റെ പുണ്യാക രക്തം തളിക്കപ്പെട്ട മിസ്രയീമിന്റെ പട്ടണത്തിൽ, മിസ്രയീമിന്റെ രാജ്യത്തിൽ ദൈവമക്കൾ പാർക്കുമ്പോ ദൂതൻ വന്ന് നോക്കുകയാ. കുഞ്ഞാടിന്റെ പുണ്യാക രക്തം തളിക്കപ്പെട്ട വീടുകളെ വിട്ട് സംഹാരങ്ങൾ ഒഴിഞ്ഞു പോയെങ്കിൽ എന്നെ കേൾക്കുന്ന അച്ചായ, നിന്നെ പോലെ സമപ്രായക്കാർ നിന്റെ കൂടെ ഇരിക്കേണ്ടവർ ഇന്ന് മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെട്ടിട്ടും നീ എന്തേ പോവാത്തത്? നിന്റെ ജാതകത്തിന്റെ പ്രശ്നം ദൈവം പരിഹരിച്ചത് കൊണ്ടല്ലേ? ഹല്ലേലൂയ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര മന്ത്രവാദിയും ആഭിചാരകനും കൈനോട്ടക്കാരനും അശുനോട്ടക്കാരനും നിന്റെയും നിന്റെ അപ്പനെയും നോക്കി പറഞ്ഞ് രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിച്ചിക്കൂടെ ആഴത്തിൽ പറഞ്ഞാൽ നിന്റെ കുടുംബം ചത്ത് മണ്ണടിഞ്ഞു പോയാലും പുറം ലോകമൊന്ന് കാണാൻ പറ്റില്ലെന്ന് വിധി എഴുതിയവന്റെ നടുവിൽ നീ അറിയാതെ നിന്റെ ജാതക പുസ്തകം വാങ്ങിയ ഒരുവൻ, സ്വോത്രം, നിനക്കെതിരെ എഴുതി വെച്ച പ്രമാണങ്ങളെ വാങ്ങിച്ച ഒരുവന്റെ കരം ഇന്ന് പകൽ സ്വോത്രം ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ടെന്ന് ഇന്ന് പകൽ ഡോക്ടർ നിനക്കൊരു നിയമം വെച്ചിട്ടില്ലേ? നിന്റെ ശരീരത്തെ നോക്കി അവൻ ചെന്ന് കൽപ്പിച്ചില്ലേ? ഇന്ന് പകൽ കൽപ്പനകളെ വലിച്ചു കീറി നിനക്ക് പുനർജീവൻ തരുന്നൊരു കരം ശരീരത്തെ നോക്കി ഡോക്ടർ പറയും, നിനക്കൊരു കുഞ്ഞ് ലഭിക്കില്ല, നിനക്കൊരു തലമുറ കിട്ടില്ല, നിന്റെ ശരീരത്തിനകത്ത് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഇന്ന് പകൽ വചനം വായിക്കൂ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ, അതിന്റെ നിയമങ്ങളെ പൊട്ടിക്കുവാനും നീ യോഗ്യൻ. ആ രക്തമായി ഇതിനകത്ത് കിടക്കണേ. സ്വതോറകപ്പറ, ആ രക്തമായി ഇതിനകത്ത് കിടക്കണേ. സ്വതോറകപ്പറ, ആ നിയമത്തിന്റെ രക്തമായി ഇതിനകത്ത് കിടക്കണേ. സ്തോത്രം പറ, സ്തോത്രം പറ. അതാ പറഞ്ഞ റിയാലിറ്റിയിലേക്ക് വാ. അവൻ തിയറി വിട്ടിട്ട് പ്രാക്ടീസിലേക്ക് വാ. ആ നിയമത്തിന്റെ രക്തത്തെ കുറിച്ച് പറയുക. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ വിലക്ക് വാങ്ങി. അവരാണ് PMG സഭയ്ക്കകത്ത് കൂടിയിരിക്കുന്നത്. മനസ്സിലായവർ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിന്റെ ഹാർട്ടിനെതിരെ, നിന്റെ വാൽവുകൾക്കെതിരെ, നിന്റെ കിഡ്നിക്കെതിരെ, നിന്റെ ശ്വാസകോശത്തിനെതിരെ, നിന്റെ ഇന്റേണൽ ഓർഗൻസിനെതിരെ ഇന്ന് പകൽ ചില രേഖകൾ എഴുതി നിന്നെ ആശയപ്പെടുത്തുന്ന ചില നിയമങ്ങളെ ഇന്ന് പകൽ ഈ കരമിറങ്ങി വന്ന് വാങ്ങിക്കുകയോ. ഇന്ന് പകൽ ചലിക്കട്ട ദൈവത്തിന്റെ കരം. ഒരാളിന്റെ കരം വരണ്ട. നിന്റെ ഷുഗറിനെ ബൂസ്റ്റ് ചെയ്യുന്ന, നിന്റെ കൊളസ്ട്രോളിനെ ബൂസ്റ്റ് ചെയ്യുന്ന, നിന്റെ ഇന്റേണൽ ഓർഗൻസുകളെ അതിന്റെ താളങ്ങളെ തെറ്റിക്കുന്ന ആ പൈശാചിക ചിന്തയെ ഇന്ന് പകൽ മെതിച്ച് ഇന്ന് പകൽ സൗഖ്യമാക്കുന്നവൻ, നിന്റെ ആദരത്തിൽ കെട്ടുകളെ പൊട്ടിക്കുന്നവൻ, പിശിയോദികളെ ഇന്ന് പകൽ ഡിലീറ്റ് ചെയ്യുന്നവൻ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു. അവന്റെ രക്തം ഇന്ന് പകൽ നിന്നെ വിലക്ക് വാങ്ങി. ഉദാഹരണം പറഞ്ഞ് നിർത്താമേ. എല്ലാത്തിനും ഉദാഹരണം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാന് ഹാർട്ടില്ലാത്തവനായി, വാൽവില്ലാത്തവനായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യ ഒരു കാലമുണ്ട്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാലം. അന്ന് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് SITയിലെ ഡോക്ടർമാരും ശ്രീചിത്രയിലെ ഡോക്ടർമാരുമാണ്.
അന്ന് ആ ഡോക്ടർമാർ എനിക്ക് നൽകിയത് 3.5 മാസത്തെ കാലാവധിയാണ്. അത് കഴിയുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് നിലയ്ക്കും, ഞാൻ മരണത്തിന് കീഴടങ്ങും. എൻ്റെ മേലുള്ള ജാതകദോഷം അതായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് അത് വിശ്വസിക്കുന്നു. എനിക്ക് ജാതകമൊന്നും അപ്പനും എഴുതിയിട്ടില്ല, പക്ഷെ എൻ്റെ മേൽ പിശാചിട്ട ദോഷം അതായിരുന്നു. ഇങ്ങനെ PMG സഭയിൽ ഈ വർഷം വന്ന് പ്രസംഗിക്കുമെന്ന് പിശാച് അന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് നിയമങ്ങളല്ല എനിക്കെതിരായി, എൻ്റെ ശരീരമാകെ ശോഷിക്കാൻ തുടങ്ങി, ആകെ പ്രതികൂലമായി. അങ്ങനെ ഡോക്ടർമാരെല്ലാവരും കൂടെ സംഘടിച്ച് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ സർജറിക്ക് വിധേയപ്പെടുന്നതിന് തലേ രാത്രി ദൈവം എന്നെ വിടുവിച്ചതിൻ്റെ ചരിത്രത്തിലാണ് ഇന്ന് പകൽ ഞാൻ ഈ വചനവുമായി നിൽക്കുന്നത്. അന്ന് ആശുപത്രി വിട്ട ഞാൻ ഇന്നേ വരെ മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ല, ശ്രീചിത്ര കണ്ടിട്ടില്ല, വെല്ലൂർ കണ്ടിട്ടില്ല. ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരിക്കാൻ ഇതുവരെ ഒരു അവസരം ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പകലിന്റെ അർത്ഥം എന്നാച്ചാന്നറിയാമോ? ദൈവ സൗഖ്യമാക്കിയാൽ 100% ഹീലിംഗ് ആയിരിക്കും. ഒരു സ്വതോറക പറ, ഇന്ന് പകൽ ദൈവം തൊട്ട് വിട്ടിട്ട് പോവില്ല. 12 വർഷമായി രക്തസ്രവക്കാരിയായ ഒരുത്തി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് യേശു അവിടെ നിന്ന് കടന്നുപോയില്ല. യേശു അവിടെ നിന്നു തൊട്ടവളെ കാണാൻ. ഇന്നും അത്ഭുതമുണ്ട്. ഇന്നും നിന്റെ ശരീരത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് പകൽ നിന്റെ മന്ദിരം നിനക്കുള്ളതല്ല, ദൈവത്തിന് ഇറങ്ങി വന്ന് സഞ്ചരിക്കേണ്ട ഒരു താവളമാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ കണ്ണുകൾ അടയ്ക്കാവോ? ദൈവസന്നിധിയിൽ ചില 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, ഈ വചനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ വചനം ഇന്ന് രാത്രി എന്നെ ഇന്ന് പകൽ സൗഖ്യമാക്കണമേ. ദൈവം അനുവദിച്ചാൽ രാത്രി ഇച്ചിക്കൂടെ ആഴത്തിൽ നമുക്ക് പോവാം. നമുക്കിത്തിരി സമയമുണ്ടെങ്കിലേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചേ ഈ വചനത്തിൻ്റെ ഇഞ്ചക്ഷൻ തരാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നവർക്ക് പകൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ അകത്ത് അനുഭവിക്കുന്ന രോഗത്തിൻ്റെ ലിസ്റ്റുകളുടെ എണ്ണം പറഞ്ഞല്ല, ഞാൻ ദൈവത്തിൻ്റെ വീടാണ്. നിങ്ങൾ അവിശ്വസിക്കണ്ട. ഞാൻ ദൈവത്തിൻ്റെ വീടാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ഇന്ന് പകൽ ഉയർന്നിരിക്കുന്ന കരങ്ങളെ തൊടുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെട്ടു വരികയാ. ഇതിനകത്തു ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി വെളിപ്പെടുന്നു, വ്യക്തികളുടെ മേൽ വെളിപ്പെടുകയാ. ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച മെന്റലി ഡിപ്രഷന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഇറങ്ങി ആരും തൊടാതെയുള്ള ദൈവിക സ്പർശനം ശരീരത്തിന്റെ മേൽ അനുഭവിക്കുകയാ. ഉറക്കങ്ങളെ കെടുത്തിക്കളഞ്ഞ് രാത്രിയുടെ യാമങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഇരുട്ടിന്റെ ഭൂതാത്മാക്കൾ ഇന്ന് മേൽ ശരീരങ്ങളെ വിട്ട് ഉറക്കം തടുത്തിരിക്കുന്ന, ഉറക്കം കിട്ടാതെ വെല്ലുവിളിച്ചിരിക്കുന്ന ഭൂതാത്മാക്കൾ ഇന്ന് പകൽ ആത്മാവിനെ മനസ്സിലാക്കുന്നത് ഇളകി വരികയാ. അത് ഇളകി തുടങ്ങുകയാ. അശുദ്ധമണ്ഡലങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ശരീരത്തിൽ രോഗമണ്ഡലങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന ചിന്തയുടെ ആത്മാക്കൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ശരീരത്തെ തൊടുകയാണ്. ദൈവ സാന്നിധ്യം തൊടുകയാ. നീ അറിയാത്തൊരു ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ദൈവ സാന്നിധ്യം. നിനക്ക് നാളെ അത്ഭുതമെന്ന് പറയാൻ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഈ ഉപവാസത്തിന്റെ ഫസ്റ്റ് ഡേയിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മെന്റലി പ്രോബ്ലങ്ങള്, മാനസിക അസ്വസ്ഥതകള്, മാനസിക തത്വങ്ങള്, മാനസിക ഡിപ്രഷനുകള് ഇന്ന് പകൽ കൊണ്ടിടുന്ന ദുഷ്ടന്റെ കരത്തെ കർത്താവ് അറസ്റ്റ് ചെയ്യുകയോ, ദൈവം അറസ്റ്റ് ചെയ്യുകയോ. തലമുറകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഇന്ന് പകൽ ദൈവം അറസ്റ്റ് ചെയ്യുകയോ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ
ഈ വചനത്തിലൂടെ വെളിപ്പെട്ടു വരേണ്ടതിന് അടിയൻ പ്രാർത്ഥിക്കുകയാ. ദൈവശക്തിയാ ഞങ്ങളും നിറയ്ക്കും, മഹത്വം അങ്ങ് എടുക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ദൈവം നമ്മെ ഈ വചനത്താൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കി എല്ലാവരും കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറയാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ജാതിയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഹൃദ്യമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാനിടയായല്ലോ. നാം ആരാണ്? നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതാകുന്നു. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചാൽ മറ്റൊന്നിനും അതിനകത്തിന് മേൽ അവകാശമില്ല. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, നമുക്ക് ആവർത്തിച്ച് ദൈവസന്നിധി വിശ്വാസത്തോടെ പറയാം, അവിടുത്തെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ അങ്ങയുടെ പൈതലാണ്, അങ്ങയുടെ ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവര് ജാതിയാണ്. ശത്രുവിന് എൻ്റെ മേൽ ഒരു അവകാശവുമില്ല, രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ആ വിധത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തരുവാൻ മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ആ മന്ദിരത്തില്, നമ്മുടെ മന്ദിരത്തില് നമ്മുടെ കർത്താവ് വസിക്കുന്നതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കേട്ട വചനത്തിന് മുൻപിൽ എല്ലാവരും ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചാട്ട്. രോഗസൗഖ്യങ്ങൾ എല്ലാവരുടെ മേലും ദൈവം അയക്കുകയാണ്. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ നിറവുകള് ഹല്ലേലൂയ നാം ആരെന്നറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന നമ്മുടെ മധ്യയില് ദൈവം തന്റെ വിടുതലുകൾ പകർന്നുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനെ ശക്തമായി വചനത്തിന് മുൻപിൽ ദൈവം എടുത്തുപയോഗിപ്പാനിടയായല്ലോ. കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതിക്കൊണ്ട് ആഴമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ്, മന്ദിരത്തിൽ ആത്മാവ് നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പിന്നെയും കർത്താവിന്റെ ദാസനെ രാത്രിയിലും ബലത്തോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നമ്മെ എല്ലാവരെയും പരിപാലിപ്പാൻ, ഉപവസിക്കുന്ന ദൈവജനത്തെ ബലപ്പെടുത്തുവാൻ നാം എല്ലാവരും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവസൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എസ് സജീവ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നൽകിയ നല്ല സമയത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവാതപ്പെടുത്തലായിരിക്കാം, തിരുമുഖത്തേക്ക് നോക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ നൽകിയ നല്ല അവസരത്തിനായി നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ച് ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ, ഞങ്ങളുടെ ദാനമായിരിക്കാൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ശരീരത്തിനകത്ത് വെളിപ്പെട്ട ദൈവിക ശക്തിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ വചനം ഇന്ന് പകൽക്കാലം ക്രിയ ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചില ഉള്ളങ്ങളുടെ ഹൃദയത്തിലേക്ക്, ചില ശരീരത്തിലേക്ക് ദൈവശക്തി വെളിപ്പെടുത്തിയതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവെ, ഇന്ന് പകൽക്കാലം ചില ക്രിയകൾ അങ്ങ് ചെയ്തതിനായി സ്തോത്രം. ശരീരത്തിനകത്ത് വെളിപ്പെട്ട കർത്താവെ എല്ലാ രോഗങ്ങളെയും അങ്ങയുടെ വചനത്താൽ അങ്ങ് അഴിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആ വിടുതലുകൾ പല ശരീരത്തും അനുഭവിച്ചറിയുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കണ്ട മിസ്രയീം വരെ നിങ്ങൾ ഒരു നാൾ കാണുകയില്ല, നിങ്ങളുടെ വചനം വായിക്കുന്ന പോലെ കഴിഞ്ഞ നാളുകൾ അവരെ അലട്ടിയ, ഭാരപ്പെടുത്തിയ, ക്ഷീണിപ്പിച്ച രോഗങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വചനത്താലുള്ള വിടുതലുകൾ അങ്ങ് അയച്ചതിനായി നന്ദിയോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ് പിതാവേ. അതേ, ഹല്ലേലൂയ. ബലഹീനരെ ബലവാനാക്കുന്നൊരു ദൈവശക്തി, ക്ഷീണിപ്പിച്ചവരെ ബലപ്പെടുത്തുന്നൊരു ദൈവശക്തി, ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസമായുള്ള ദൈവശക്തി ഇന്ന് പകൽക്കാലം അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിടുതൽ വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുകയാണ്. കർത്താവേ, ഞങ്ങളുടെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളെ മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമായ കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണമായും ഭാഗികമായി ഉപവാസമായിരിക്കുന്ന എല്ലാ ജനത്തിനായി സ്തോത്രം. അവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ സഭയെ നയിക്കുന്ന വലിയ ഭക്തന്മാർക്കായി സ്തുതിക്കുന്നു.
ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണം. പ്രത്യേക ജോബിൻ വാസനായി സ്തുതിക്കുന്നു. സൗഖ്യത്തോടെ എത്രയും പെട്ടെന്ന് കഥാവേ അമ്മ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. മറ്റു രോഗത്താൽ ഭാരപ്പെടുന്നത് വിടുതൽ പകർന്നതിനായി സ്തോത്രം. പ്രത്യേക ഇന്ന് പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അറിയിച്ച ഞങ്ങളുടെ വലിയ ഭക്തനെ ഓർക്കുകയാണ്. വീണ്ടും ശക്തിയോടെ കരഞ്ഞെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അല്പനിമിഷം പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. ഇന്ന് വൈകിട്ടും ഹൃദയം എല്ലാവരും 6:30 എത്തിച്ചേരുവാൻ ശ്രമിക്കുക. ദൈവനും കേൾക്കണമല്ലോ. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കും. എല്ലാവരും കടന്നു വരയണം. എല്ലാവരെയും മറ്റുള്ളവരെ കൂട്ടി വരുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും.